Kannan, come on. Let's play with the waves. Sorry, Maggie. I'm not coming. You go and play. You know swimming? Then what are you afraid of? Afraid of? I'm not afraid of anything. Then your friend must be afraid of the sea. Kanna. Don't worry. We will get our chance. Yes. Cover. My bag! My bag! Help! Help! Somebody help me! Help! Help! Stop him! Help me! He stole my bag! He stole it! Help! Help! Somebody help me! Anchor. Give it back! Kanna, your friend is really great. Don't move. Oh no! Don't shoot Robo! ആ മോൻ എഴുന്നേറ്റോ? ഒന്ന് മയങ്ങിപ്പോയി. രാവിലെ 5 മണി തൊട്ട് ഇതിനകത്ത് കുത്തിയിരിക്കുകയല്ലേ. ഏതായാലും ഇനി അധിക സമയം കാക്കണ്ട. കൂടിയാലൊരു 15 മിനിറ്റ്. അതിനുള്ളിൽ മോൻ്റെ റോബോട്ട് റെഡി. ശരിക്കും നമ്മളെ പോലെ തന്നെ. ഇവൻ നടക്കുകയും ഓടുകയും മോൻ്റെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യും. ഇവൻ കള്ളന്മാരെയൊക്കെ പിടിക്കുവോ അച്ഛാ? ചെറിയ കള്ളന്മാരെയൊക്കെ ഇവൻ പിടിക്കും. പിന്നെ വലിയ ഡിറ്റക്റ്റീവ് ആവണമെങ്കിൽ അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യണം. ഇവനെ എങ്ങനെയാണ് അച്ഛാ പ്രോഗ്രാം ചെയ്യുന്നത്? മോൻ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുണ്ട് കുറെ കമ്പ്യൂട്ടറുകൾ. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഇവന്റെ ഉള്ളിലെ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് ഇവൻ പ്രവർത്തിക്കും. യു ആർ കറക്റ്റ്. ഇനി ഇവന് വേണ്ടതൊരു പേരാണ്. ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? കേൾക്കട്ടെ. റോബോ. വെരി ഗുഡ്. കൊള്ളാം. നല്ല പേര്. ഫ്രണ്ട് ഓഫ് കണ്ണൻ. You can take him now. ഹലോ റോബോ, ഞാൻ കണ്ണൻ. ഹലോ കണ്ണൻ, ഞാൻ റോബോ, കണ്ണന്റെ കൂട്ടുകാരൻ. How are you? I'm fine, thank you. How are you? I am also fine, thank you. അച്ഛാ, you are really great. Oh, thank you. Hi, Robo. Hi, Acha. Okay, my son, carry on. Come, Robo. See who is coming. Give way, see who is coming. Here comes Robo, 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 Robo. Here comes Robo, 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 Robo. Son of science and fan of man. Here comes Robo, Robo, Robo. Here comes Robo, 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 Robo. He sings for you, he dances for you. He sings for you, he dances for you. Here comes Robo, Robo, Robo. Here comes Robo, 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 Robo. Son of science and friend of man. Here comes Robo, Robo, Robo. Here comes Robo, 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 Robo. Give way, see who is coming. Give way, see who is coming.
Here comes Robo, Robo, Robo. Here comes Robo, 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 Robo. Hey, lovely kids, hey, wonder kids. He takes away your sorrows and gives you love and happiness. Give way, give way, give way, give way, see who is coming. Give way, give way, give way, see who is coming. Give way, give way, give way, give way, see who is coming. Give way, give way, give way, see who is coming. ആഹാ, റോബ് ആകെ ചൂടിലാണല്ലോ. അതെ, ഇത്രയും ദിവസം കണ്ണനെ കാണാതെ കഴിയണ്ടേ. നമുക്ക് റോബോയെ കൂടെ കൊണ്ടുപോവാച്ചാ. അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് മോനെ. എന്നാൽ കണ്ണനും വരുന്നില്ല. കണ്ണനാര് കമ്പനി കൊടുക്കും, ആഹാരം കൊടുക്കും. ആഹാ, അതൊന്നും ഓർത്ത് റോബോ വിഷമിക്കണ്ട. അതിനൊക്കെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നാട്ടിൽ ആരുണ്ടെങ്കിലും അവർ റോബയെ പോലെയാകുമോ? അച്ഛാ പ്ലീസ്. പ്ലീസ്, പ്ലീസ്. ആ, ഞാനൊന്ന് എംബസിക്കാരുമായി സംസാരിച്ച് നോക്കട്ടെ. ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്ന രീതിയിൽ റോബോയെ കൊണ്ടുപോകാൻ ചിലപ്പോൾ പെർമിഷൻ തന്നേക്കും. ലെറ്റ്സ് ട്രൈ യുവർ ബെസ്റ്റ്. മോൻ കഴിക്കും. അച്ഛനും കഴിക്കൂ. ഇതാണ് അച്ചാച്ചൻ. മാധവൻ സാറെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നാട്ടിലെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അടിക്കുമോ? കുണ്ടാമണ്ടി കാണിച്ചാൽ ഓടിച്ചിട്ടടിക്കും. അമ്മ, ചേച്ചി. കണ്ണ, അമ്മയ്ക്കും ചേച്ചിക്കും സ്വർഗത്തിൽ കൂട്ടുകാരൻ ദൈവം. കണ്ണന്റെ കൂട്ടുകാരൻ റോബോ. ഇനി ചിരിക്കൂ. ഇത് പോരാ, ഉറക്കെ ചിരിക്കൂ, ഉറക്കെ. That's a good boy. നാട്ടില് അച്ചാച്ചന്റെ അടുത്തും ഇതുപോലെ ചിരിക്കണം. എന്താ ഞാൻ കൊടുത്തേക്കുന്ന മരുന്നൊന്നും കൃത്യമായിട്ട് കൊടുക്കാറില്ലേ? ഞാൻ കഴിക്കുന്നുണ്ട്. ഓ, അല്ലെ ഇപ്പോ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവാൻ കാര്യം? ഇന്ന് ഉച്ച മുതലാണ് എന്തോ ഒരു വല്ലായ്മ പോലെ. കുട്ടികൾ അമേരിക്കയിൽ നിന്ന് വരുന്നു എന്ന് കേട്ടത് പിന്നെ സാറ് നിലത്തൊന്നും അല്ല, എല്ലാ കാര്യങ്ങളും സാറിന് തന്നെ ചെയ്യണം. അതാണ് കാരണം. ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ കാര്യസ്ഥനായ ഞാനില്ലേ, എന്തൊക്കെയാ വേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരികയല്ലേ വേണ്ടു. ഓ, ഭാസ്കര ഒരു കാര്യം വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. ദേ വൈദ്യരാണെന്നൊന്നും ഞാൻ നോക്കില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാ നോക്കുന്നത്. ആ ഇന്ദിര അടുക്കള കാര്യം മാത്രമാണ് നോക്കുന്നത്. ഒന്ന് നിർത്ത് ഭാസ്കര. ദിവസം ഒരു 10 പ്രാവശ്യങ്ങൾ ഇയാൾക്ക് പറയണം. എനിക്ക് നാളെ രാവിലെ എയർപോർട്ട് വരെ ഒന്ന് പോകാൻ പറ്റുമോ വൈദ്യരെ? അതിപ്പോ ഈ അവസ്ഥയില് യാത്ര നന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാറിലാണെങ്കിൽ കൂടി 2-3 മണിക്കൂർ കാലും തൂക്കിയിട്ടിരിക്കണ്ടേ? കിടപ്പിലാകുന്നതിനേക്കാൾ അവരിങ്ങെത്തുന്നവരെ കാത്തിരിക്കുന്നതല്ലേ ബുദ്ധി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഭാസ്കര, ഓ, വൈദ്യശാലയിൽ ഇച്ചിരി തിരക്കുള്ള ദിവസമല്ലേ? അത് പിന്നെ കഷായത്തിന്റെ വേലികൾക്കൊക്കെ ഭയങ്കര വിലയാ. ഭാസ്കര, അതുവിടാൻ കൊടുക്ക്. അപ്പൊ പിന്നെ ഭാസ്കരനെ വീട്ടിലോട്ട് അയച്ചാൽ മതി. കുറച്ച് മരുന്നുകളൂടെ കൊടുത്ത് വിടാം. ഇടപാടല്ല എപ്പോഴും കൃത്യമായിരിക്കണം. എന്താ പിന്നെ ഞാൻ അല്ല വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ വേണു കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവുമല്ലേ? ആ, 1 മാസം ഉണ്ടാവും. എന്താ വൈദ്യരെ? ഒന്നുമില്ല. ഞാനങ്ങോട്ട്. ശരി. വേണക്കുഞ്ഞിന്റെ കൂടെ അങ്ങേർക്കും അമേരിക്കയിൽ പോകാനായിരിക്കും. അല്ല, അവിടെയും വൈദ്യശാല തുടങ്ങാമല്ലോ. കേരളത്തിനകത്തും പുറത്തും ഒക്കെ വൈദ്യശാലയായി. എന്നാലും ആക്രാന്തം തീരുവില്ല. ഭാസ്കര, ഓ, വിജയൻ രാവിലെ തന്നെ കാറുമായി എത്തുവോ? എത്തും. രാത്രി മൂക്കറ്റം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കളയോ എന്തോ? ഏയ് സാറ് വിഷമിക്കണ്ട. അല്ല, ഇനി അവൻ പോത്തോലെ ഉറങ്ങിയാലും ആ ഇന്നലെയും കുട്ടികളും ഉണ്ടല്ലോ, അവർ പോക്കിക്കോളും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുളിച്ചു നിന്നോ? എന്താ, എനിക്ക് കുളിക്കാൻ പാടില്ലേ? വലിയ സാറ് രാവിലെ ചെല്ലാൻ പറഞ്ഞിരുന്നല്ലേ?
അതെങ്ങനാ? ഈ കിണറ്റിലെ വെള്ളം മുഴുവൻ തലയിൽ ഒഴിച്ചാലും ബോധം വീഴൂ. അത്ര മാത്രമല്ലേ രാത്രിയിൽ മോന്തിയത്? എടി സാർ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ തീർത്ത ശേഷമാ ഞാൻ മോന്തിയത്. നീ വെറുതെ ബൈക്കിലെത്തിയപ്പെടണ്ട. നിന്നെക്കാൾ ഉത്തരവാദിത്വം എനിക്ക് സാറിനോടുണ്ട്. ഓ, ഉത്തരവാദിത്തമുള്ള ഒരാള്. എല്ലാത്തിലും ആയോടി? ഇതുകൂടി മതിയാവും. ആ കൊച്ചിനെ കൊണ്ട് പണിയടിപ്പിച്ച് നീ കൊല്ലും. ലക്ഷ്മി, എന്താ അമ്മ? കുട്ടനെന്തേ വാടി? കാപ്പി കുടിക്കാ. അവനോട് വേഗം ഇറങ്ങാൻ പറ. സമയം ഒരുപാടായി. എന്നെ കൂടെ ഒന്ന് കുളിപ്പിച്ചെടുത്തോടി. അയ്യടാ, ഈ മനുഷ്യൻ വിട്. ഈ ആയുസിൽ ഇങ്ങനെ നന്നാവില്ല. ആരും കണ്ടില്ല. ഒന്ന് മാറിക്കണം. എടാ, അവളെ മുമ്പേ ഒന്ന് ചെന്ന് പെട്ടുകൊടുക്കല്ലേ, എടുത്ത് തറയിലടിച്ചളയും. ഞാനവളെ കലിയിളക്കി വിട്ടിരിക്കുവാ. ആരാടാ അത്? ആ വലിയ വിളയിലെ കോട്ടുകൂണമാവിലെ കൊറേ വിളഞ്ഞ മാങ്ങ അടപ്പുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാ, നീ വാ. ഇന്ന് ഞാനില്ല ശംഭു, നിങ്ങൾ പോയിക്കോ. ഇന്നും നമ്മൾ ഒരുമിച്ചല്ലേ പോന്നെ? ഇന്നെന്താ? കണ്ണനിന്ന് അമേരിക്കന്ന് വരിക, ഞാൻ അങ്ങോട്ടാ. നമുക്ക് പെട്ടെന്ന് വരാന്നേ. അത് ശരിയാവില്ല ജോസേ, നിങ്ങൾ പോയിക്കോ. ആ അമേരിക്ക സാഹിബ് നാളെ പോവും. പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രമേ കാണൂ. നീ വാടാ. അവരെന്തോന്ന് മോനെ പറഞ്ഞത്? ഒന്നുമില്ല അച്ഛാ. പിന്നെ ഏതോ മാവില് മാങ്ങ പറിക്കാന്നോ പറഞ്ഞല്ലോ. അതിന് ഞാൻ പോണില്ലല്ലോ. ആ നല്ല മോയ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ദേ, ഞങ്ങള് പോവാ. ഓ, സാറിന്റെ വഴുക്ക് വെപ്പിക്കാതെ വേഗം അങ്ങ് വന്നേക്കണം. ഇപ്പൊ വരാം. മോളെ ചക്കി ചക്കയും കോഴി പൂച്ചേ. ഡി, ശൃംഗരിച്ചിരിക്കാതെ വേഗം നടക്കടി. ദാ വരുന്നമ്മ. കൃത്യം 8 മണിക്ക് തന്നെ എത്തണമെന്നാ വിജയനം പറഞ്ഞത്. എന്നിട്ട് വിജയനോടെ? അതറിയില്ല സാർ, ഇന്നലെ കണ്ടപ്പോ ഇവിടെ വരാനാ പറഞ്ഞത്. ഇവനിത് എവിടെ പോയി കിടക്കണു? ഇന്നലെത്തി. ഇന്നലെ എന്താ വൈകിയേ? അല്ല, ഇന്ദിര ശരിക്കും നേരത്തെ വന്നിരിക്കുന്നത്. മണി 8 ഉള്ളൂ. ആ, വിജയനെവിടെ? ഇപ്പൊ എത്തും. ആപ്പയ്ക്കോ? ഇനി അവനെ കാക്കണ്ട. ഭാസ്കരൻ പോയിക്കോ. വഴിയിൽ അവനെ കാണുകയാണെങ്കിൽ കേറ്റിക്കും. വയസ്സാകുമ്പോ മനുഷ്യന് വെപ്രാളം കൂടുമെന്ന് പറയണത് ശരിയാ. ഭാസ്കരേട്ടൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. വണ്ടി വേഗം എടുക്ക. എന്റെ ഓരോ ചോദ്യങ്ങള്. കണ്ണൻ ചേട്ടന് നമ്മളെല്ലാം ഓർമ്മ കാണുമോ എന്തോ. നിന്നെ മറന്നു കാണും, പക്ഷെ എന്നെ ഒരിക്കലും മറക്കില്ല. എന്നോട് എന്ത് സ്നേഹമായിരുന്നു, അതുകൊണ്ട് എന്നെ മറക്കില്ല. പക്ഷേ പ്രശ്നം ഭാഷയാണ്. സായിപ്പുമാരുടെയും മദാമ്മമാരുടെയും കൂടെ ആയതിനാൽ മലയാളം ഒക്കെ മറന്നു കാണും. എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. നമുക്കൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചാലോ ചേട്ടാ? നീ അതെ ജോലി തീർക്ക്. വാട്ട് ഈസ് യുവർ നെയിം? ഓടി കിടന്നു. അയ്യേ, ഈ ചേട്ടന് ഒന്നും അറിയില്ല. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മൈ നെയിം ഈസ് കുട്ടൻ എന്നാ മറുപടി പറയേണ്ടത്, അല്ലാതെ പോടി അവിടെ നിന്നല്ല. അമ്മേ, ഇവളെന്നെ ഇത് വാങ്ങിക്കും. ഒന്ന് മിണ്ടാതിരിടി. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷേ കണ്ണൻ ചേട്ടനോട് കുട്ടൻ ചേട്ടൻ എങ്ങനെയാ മിണ്ടാൻ പോകുന്നത്? അത് ഞാൻ എങ്ങനെയെങ്കിലും മിണ്ടിക്കോളാം. നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിലും കുട്ടൻ ചേട്ടനെ വിഷമിക്കേണ്ടി വരില്ല. ഇങ്ങോട്ട് സംസാരിച്ചാലേ കുഴപ്പമുള്ളൂ. കുട്ടൻ ചേട്ടനെ കണ്ണൻ ചേട്ടൻ എന്തേ മറന്നു കാണും. ആ, കളിക്കൂട്ടുകാരനെ കാണാൻ ധൃതിയായോ കുട്ടനെ? എന്താ നിനക്കൊരു വിഷമം പോലെ? കണ്ണൻ എന്നെ മറന്നു കാണൂ. അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം? അത് ലക്ഷ്മി പറഞ്ഞു. കുറെ കാലം അമേരിക്കയിലായിരുന്നോണ്ട് കണ്ണൻ എന്നെ മറന്നു കാണുമെന്ന്. കുട്ടൻ അത് വിശ്വസിക്കുകയും ചെയ്തു. കുട്ടൻ വിഷമിക്കണ്ട, അവൻ എവിടെ പോയാലും നമ്മളെ ആരും മറക്കില്ല. അവൻ എൻ്റെ പേരക്കുട്ടിയാ. ലക്ഷ്മി വെറുതെ നിന്നെ വട്ടിളക്കാൻ പറഞ്ഞതാ. സാർ, ചായ. ആ, ലക്ഷ്മി എന്താ വിളിച്ചു നിൽക്കണേ? ഇങ്ങോട്ട് വരൂ. നീ വലിയ കുറുമ്പിയാണല്ലോ. ആട്ടെ, നിനക്ക് കണ്ണൻ ചേട്ടനെ ഓർമ്മയുണ്ടോ? പോയിട്ടിപ്പോ വർഷം 3 കണ്ണനിപ്പോ
കുട്ടനെ പോലെ വളർന്നു കാണും. അതെ, രണ്ടുപേരും ഒരേ പ്രായക്കാരാ. ആ, അവർ വന്നും തോന്നുന്നു. മോനെ, മോൻ വലിയ കുട്ടിയായി പോയല്ലോ. ചാച്ചനും ആകെ വയസ്സായി. ആഹാ, സുഖാണോ? സുഖാണ് മോനെ. അതെ അതെ, ഒരു 100 കൂട്ടം അസുഖങ്ങളുണ്ട്. ഇന്നലെ രാത്രി ആ വൈദ്യുതി ഒന്ന് നോക്കിയിട്ടാ പോയത്. ഓ, പ്രായമാകുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. വാ മോനെ. അതിങ്ങോട്ട് നീ ഓ, എല്ലാം തൊലയ്ക്ക്, എനിക്ക് വയ്യ. എടാ വിജയ, ഒന്ന് സൂക്ഷിച്ചിറക്ക്. ഇന്നലെ അയ്യോ, എന്റെ കഴുത്തൊടിഞ്ഞേ. നീടാ, ഒന്ന് നോക്കി ഇറക്കി വിടാ. നിനക്ക് പിടിക്കണോ? മണി അപ്പുറത്ത് വാ. അവൻ തലേവശത്ത് കെട്ടുമിടാതെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കണം. എന്നെ പിടി. പതുക്കെ, പതുക്കെ. തല ആടാതെ, ഇത് അവിടെ കൊണ്ടിറക്ക്. ബാഗ് ഞാൻ കൊണ്ടുവരാം. നോക്കി നിൽക്കാതെ ആ പെട്ടികളൊക്കെ എടുത്തോണ്ട് വാ മോനിക്കുട്ടാ. വിജയമാമ സൂക്ഷിച്ച്. വിജയമാമ എല്ലാം സൂക്ഷിച്ച്. എവിടെ നോക്കിയാണ് അടക്കണം? എന്നാ ഇതാകത്തോണ്ട് പോയി. എന്തോന്ന് കണ്ണും കാണാതെ. കുട്ടൻ ശരിക്കും ഒരു മനുഷ്യനെ പോലെ തന്നെ. ഇതാണ് റോബോട്ട് എന്ന യന്ത്ര മനുഷ്യൻ. ഇവന്റെ ശരീരം മാത്രമാണ് യന്ത്രം. ബുദ്ധിയും പ്രവൃത്തിയും മനുഷ്യനെ പോലെ തന്നെ. അപ്പൊ അവൻ ആഹാരമൊക്കെ കഴിക്കാൻ കൊടുക്കണ്ടേ? വേണം, പക്ഷെ നമ്മുടെ ആഹാരമല്ല അവന് കൊടുക്കുന്നത്. ഇവനുള്ള ആഹാരം ചാർജ് ചെയ്ത് കൊടുക്കണം. അപ്പോ 1-നും 2-നും ഒക്കെ ഇവൻ എങ്ങനെയാ പോകുന്നത്? ഇവന്റെ ശരീരത്തിൽ 1, 2 ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പോവേണ്ട ആവശ്യമില്ല. എല്ലാരും കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. എന്നാ വന്നാട്ടെ. ആഹാരം കഴിച്ചിട്ടാകാം ബാക്കി കാര്യങ്ങളൊക്കെ. വന്നാട്ടെ, വാ മോനെ. നിങ്ങൾ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? വാ, ഞങ്ങൾ പിന്നീട് ഇരുന്നോളാം സാർ. അത് പറ്റില്ല. ഇന്ന് എല്ലാരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചാ പറ്റൂ. വാ, ചെല്ലേ ചെല്ലേ. അങ്ങോട്ട് വാ. വേണുക്കുഞ്ഞ് അന്ന് പോയതിന് ശേഷം ഇന്നാ ഈ വീട്ടിലൊരു സദ്യ ഒരുക്കുന്നത്. അപ്പൊ ഓണത്തിന് സദ്യ ഉണ്ടാക്കിയില്ലേ? ഞങ്ങളൊക്കെ നല്ലോണം നിർബന്ധിച്ചതാ. സാറ് സമ്മതിച്ചില്ല. കുട്ടികളില്ലാതെ എന്ത് ഓണമെന്നാ സാറ് ചോദിച്ചത്. അതെ, സദ്യക്ക് മുമ്പിൽ ഇരുന്നാണോ സംസാരം? നല്ല വിശപ്പ്. സംസാരമൊക്കെ ആഹാരം കഴിഞ്ഞിട്ട് കഴിക്ക കഴിക്ക. കുറച്ചുകൂടെ മോനൊഴിക്കാം. ഞാനൊന്ന് നോക്കട്ടെ. പിന്നെന്താ? മുറുക്ക പിടിക്കണം. അങ്ങനെയല്ല. അയ്യോ, കമ്പ് മുറുക്ക പിടിക്ക്. ചേട്ടനോട് വരാൻ പറഞ്ഞു. അച്ഛനമ്മയും വീട്ടിൽ പോകാൻ ഇറങ്ങിക്കുക. ഇന്നെന്താ ഇത്ര നേരത്തെ പോകുന്നത്? സന്ധ്യ ഒന്നല്ലേ ഉള്ളൂ. അത് അച്ഛന്റെ പൂജയ്ക്കുള്ള സമയായി. പൂജയോ? എന്ത് പൂജ? ചാത്തന്റെ പൂജ. എന്ന് സന്ധ്യക്കാ പൂജ. ഒരു ദിവസം പോലും അച്ഛനത് മുടക്കില്ല. ചാത്തനോ? അതാരാ? ഓം ഐം ക്ലീം സം സ്വാഹ. ഓം ശിവായ സ്വാഹ. ഓം ഭൂതഗണായ സ്വാഹ. ഓം ചാത്തായ സ്വാഹ.
എന്തിനാ പിള്ളേരെ ഇരുട്ടത്തിരിക്കുന്നത്? രാത്രിയിലും വീടിനകത്ത് കയറിക്കൂടെ? അമ്മേതെ അച്ഛൻ തുടങ്ങി. അടുത്ത് വരൂ, ഇതിലേക്ക് ലയിക്കൂ. തെങ്ങിന്റെ മണ്ടെന്ന് ചിങ്ങനെടുത്തൊരു വെളുത്തൊരു കള്ളെ, ആ കള്ളൊന്നു ചാത്തിന് നേരിച്ചും കൊണ്ട് ഒരെള്ളോളം ഞാനും കൂടിച്ചേ, എള്ളോളം ഞാനും കൂടിച്ചേ. തെങ്ങിന്റെ മണ്ടെന്ന് ചിങ്ങനെടുത്തൊരു വെളുത്തൊരു കള്ളെ. എന്താന്ന് കാഴ്ച കാണുന്നേ? കേറി പോയും പിള്ളേരെ. എന്നും ഇത് തന്നെയാണല്ലോ ദൈവമേ. കള്ളൊന്നു ചാത്തിന് നേരിച്ചും കൊണ്ട് ഒരെള്ളോളം ഞാനും കൂട്ടിച്ചേ. മക്കളെ, എന്റെ അച്ഛൻ വന്ന് എന്റെ പൊന്നും കുടങ്ങളിങ്ങു വരി. നീ എന്തിനാ ഇങ്ങനെ നോക്കണ? ഇങ്ങു വാ, നീയും വാ. എന്ത് പിണങ്ങിയ? ഇങ്ങ അടുത്ത് വരി. എന്താ ഒരു വൈക്ലഭ്യം? ഇങ്ങോട്ട് മാറി നിൽക്ക്. മനസ്സിലായി. ഇങ്ങോട്ട് വരണ്ട, അച്ഛൻ അങ്ങോട്ട് വരാം. കുടിച്ചോളി. ചാത്തന്റെ പ്രസാദമാ. കുടിച്ചോളി. വൈക്ലഭ്യപ്പെടും. ചാത്തനോടാ നീ കളിച്ചേക്കള്. ചാത്തനോട് കളിക്കണവരെല്ലാം വൈക്ലഭ്യപ്പെടും. സ്വന്തം മക്കൾക്ക് ഇത്തിരി കള്ളു കൊടുക്കുന്നത് ഒരു തെറ്റാണോ? ആ കള്ളൊന്ന് ചാത്തന് നേരിച്ചും കൊണ്ടേ എള്ളോളം ഞാനും കുടിച്ചേ. ആ കള്ളൊന്ന് ചാത്തന് നേരിച്ചും കൊണ്ടേ എള്ളോളം ഞാനും കുടിച്ചേ. ഒരു എള്ളോളം ഞാനും കുടിച്ചേ. ഈ ചാത്തൻ എന്ന് പറയുന്നത് ദൈവമാണോ ഭാസ്കരമ്മാവ? സാക്ഷാൽ പരമശിവന്റെയും വിഷ്ണുമായയുടെയും പുത്രനായ ശാസ്തനാണ് ചാത്തൻ എന്ന സങ്കല്പം. വിജയമാമൻ ചാത്തനെ പൂജിക്കുന്നുണ്ടോ? ഓ, അതാണോ കാര്യം? വിജയൻ ആളുകളെ പറ്റിക്കുന്നതല്ലേ. ശരിക്കും ഭക്തിയൊന്നും ഉണ്ടായിട്ടല്ല. കള്ളു കുടിക്കാനുള്ള ഒരടവ്, അത്ര തന്നെ. അപ്പോൾ ലക്ഷ്യോ? ഇവിടെ ഒരു ഗുഹയിൽ ലക്ഷ്യുണ്ടെന്ന് കുറ്റം പറഞ്ഞല്ലോ. അവന് വട്ട, അവന്റെ അച്ഛന് അതിലും മുഴുത്ത വട്ട. ഈ ഭാസ്കരൻ അമ്മാവന് വയസ്സ് 65. ഇതുവരെയും ഒരു രക്ഷയും ഭാസ്കരൻ അമ്മാവൻ കണ്ടിട്ടില്ല. കുഞ്ഞു കിടതാട്ട്. യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലേ. കുട്ടൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതായിരിക്കും. പിന്നല്ലാതെ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞു പേടിക്കണ്ട. ഭാസ്കരൻ അമ്മാവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം യക്ഷിയും ചാത്തനും ഒന്നും ഈ വീട്ടിന്റെ പരിസരത്ത് വരൂല. വന്നാ ഞാൻ മുട്ടുകാലി തല്ലി ഓടിക്കും. ഭാസ്കരൻ അമ്മാവനെ പണ്ടത്തെ കളരിയാ. കുഞ്ഞിറങ്ങിയാട്ടെ, നേരെ ഒരുപാടായി.
കണ്ണൻ എന്നെ മറന്നു. സോറി റോബോ. എല്ലാവരെയും കിട്ടിയപ്പോൾ റോബോയെ വേണ്ട. അങ്ങനെ പറയല്ലേ റോബോ, നീയല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേണ്ട, സോപ്പിടണ്ട. സോപ്പല്ല റോബോ, ഇവിടെ ആരും റോബോട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് റോബോയെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വെക്കേഷൻ തീരും. നാളെ തന്നെ റോബോയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാം. പോരെ? പോരാ, ഇപ്പോൾ തന്നെ വേണം. അതെങ്ങനെയാ? ഇവിടെ ഇപ്പം പാതിരാത്രിയാ, എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. അത് സാരമില്ല, ഞാൻ ഉണർന്നിരിക്കുകയല്ലേ. പറ്റില്ല റോബോ, ഇവിടെ രാത്രിയാവുമ്പോൾ യക്ഷികൾ ഇറങ്ങുന്ന സ്ഥലമാ. ആരാ ഈ യക്ഷി? യക്ഷി നമ്മുടെ ഡ്രാക്കുളയുടെ ഭാര്യയാ. ഇവിടെയാ താമസം. നീണ്ട മുടിയും ചുവന്ന കണ്ണും കൂർത്ത പല്ലുകളും. യക്ഷികളുടെ രക്തം കുടിക്കും. എന്നാൽ കണ്ണൻ വരണ്ട, എനിക്ക് രക്തമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോകാം. എന്തായാലും ഇപ്പം പുറത്തു പോകാൻ പറ്റില്ല. നീ ഇവിടെ ഒന്ന് കിടക്കാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാനില്ല, കണ്ണനും ഉറങ്ങണ്ട. ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ പാട്ടുപാടും. എന്താ ശബ്ദം കേട്ടല്ലോ? റൂം എന്താ കാണിക്കുന്നത്? എല്ലാരെയും ഉണർത്തുമല്ലോ. ഈ രാത്രിയിലാരാ വീണ വായിക്കാൻ? നിനക്കിപ്പോ എന്താ വേണ്ടത്? പുറത്തു പോണോ അല്ലേ? പോകണം. ശരി, പോകാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു ശബ്ദം ഉണ്ടാക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇവിടെ നിന്നാ മതി. എന്ത് രസമാ അച്ചാച്ചനെ കാണാൻ. ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതല്ലേ? ഒന്നുകൂടി ചോദിച്ചോട്ടെ? എന്താ? അച്ചാച്ചൻ കെട്ടിയതാണോ? എന്തിനാ? എനിക്ക് കെട്ടാനാ. ഇതാരാ? ഭാസ്കരമാമൻ കിട്ടിയിട്ടില്ല. അയ്യേ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഹായ്, എത്ര മനോഹരം. സാരേ ജഹാൻ സേ അച്ഛാ ദൂസിസാ ഹമാര ഹമാര സാരേ ജഹാൻ സേ അച്ഛാ. എന്തുമാത്രം ചെടികളും പൂക്കളും മരങ്ങളും. ഹായ്, ഈ ചെടി എത്ര സുന്ദരം. സോറി. ആരായാലും പുറത്തു വരുന്നതാ നല്ലത്. അപ്പൊ പുറത്തു വരില്ല അല്ലേ? ഭാസ്കരനോടാ നിന്റെ കളി? കളി ഞാൻ പഠിപ്പിച്ചു തരാം. കടക തിരിഞ്ഞുവിട്ട് മറിഞ്ഞോട്ട്. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? ഞാനൊന്നും ചെയ്തില്ല, ഹലോട് മാത്രം പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കോ?
അമ്മാവന്റെ കാറ്റ് പോയോ? നീ എന്നെ വാങ്ങിക്കും. നോക്കി നിൽക്കാതെ വന്ന് പിടി റോബോ. ചൂടാവല്ലേ കണ്ണാ. മാറ് മാറ്. അച്ഛനാണ് ചായ ഇട്ടത്. മധുരം അല്പം കുറവായിരിക്കും, കുടിക്കേ. ഞാനും ഇപ്പം മധുരം അധികം ഉപയോഗിക്കാറില്ല. ആ, കണ്ണൻ നല്ല ഉറക്കം. ഞാൻ വിളിച്ചില്ല. യാത്രാക്ഷീണം കാണും. എന്നും രാവിലെ അച്ഛനാണോ ചായ ഉണ്ടാക്കുന്നത്? അല്ല, ഭാസ്കരനാ. പക്ഷെ അയാൾ എവിടെയെങ്കിലും കാണുന്നില്ല. ഇനി സ്ഥലം വിട്ട് കാണുമോ? ഇവിടെ ഇപ്പം അംഗസംഖ്യ കൂടുതലാണല്ലോ. ഏയ്, അങ്ങനത്തെ ആളല്ല ഭാസ്കരൻ. ഇതെവിടെ അകപ്പെട്ടു പോയതാ? സമസ്ത അപരാധങ്ങളും പൊറുക്കണം. ഈ ദാസനോട് ക്ഷമിക്കണേ എൻ്റെ ശാത്തഭഗവാനെ. എൻ്റെ ശാത്തഭഗവാനെ. എനിക്ക് തെറ്റുപറ്റിപ്പോയി വിജയ. എനിക്ക് ദർശനമുണ്ടായി. ആരുടെ? സാക്ഷാൽ ചാത്തന്റെ. ഓ, ഇന്നലെ രാത്രി സാക്ഷാൽ ചാത്തൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സംസ്കൃതത്തിൽ എന്തോ ശ്ലോകം പറഞ്ഞു. എന്നെ ശപിച്ചതാണെന്നത് തീർച്ച തന്നെ. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ ഭാസ്കരേട്ടന് അനുഭവം കിട്ടിയല്ലോ. കിട്ടി. 100 വട്ടം വിശ്വാസമായി. ചെയ്തു പോയ തെറ്റുകൾക്ക് എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? അത് നമുക്ക് ചാത്തനോട് തന്നെ ചോദിക്കാം. ഉള്ളി അടുത്ത് വരുമോ? തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ചാത്തന മനസ്സിൽ ധ്യാനിച്ചോ. ഓം ക്ലീം സ്വാഹ, ഓം ശിവായ സ്വാഹ, ഓം ഭൂതഗണായ സ്വാഹ, ഓം ചാത്തായ സ്വാഹ. തുടക്കക്കാരനായതുകൊണ്ട് കള്ളു നേദിക്കുന്നതാണ് ചാത്തനേറെ ഇഷ്ടം. എത്ര വേണമെങ്കിലും നേദിക്കാം. എന്നാൽ അന്ത്യാവുമ്പോ 5 കുപ്പി കള്ളി ഇന്നു മുതലായിക്കോട്ടെ. ഈ അച്ഛനോട് പൊറുക്കണേ എന്റെ ചാത്ത. സമസ്താപരാധങ്ങളും പൊറുക്കണേ എന്റെ ചാത്ത. മൂപ്പനെ കൊണ്ടുവരണം. മൂപ്പനും വേണം. മൂത്ത ചാത്തനായതുകൊണ്ട് മൂത്ത കള്ള് കൊണ്ടുവരണം. മുറ്റൻ കള്ള്. അയ്യോ അയ്യോ അയ്യോ. സ്വാമി, അങ്ങ് ഒരുത്തന് കൊട്ട് കൊടുത്തു. ഇനി എന്റെ ഭാര്യ ഇന്നിലേക്ക് കൂടെ ഒരു കൊട്ട് കൊടുക്കണം. അവളും ബൈക്ക് ലഭ്യപ്പെടണം. ഈ ചാത്തനോടാ ആ പോത്തന്റെ കളി. ഈ 2 കണ്ണുകളും കൊണ്ട് ഞാൻ കണ്ടതാ. ആദ്യം എന്നെ വീണ വായിച്ചുണർത്തി, പിന്നെ ദർശനം തന്നു. ദാ ആ ചെമ്പരത്തിയുടെ മൂട്ടില് എന്നെ ശപിച്ചു, പിന്നെ മറഞ്ഞു. കുട്ടിയെ പേടിപ്പിക്കാതെ നിർത്ത് ഭാസ്കര. നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ഞാനും ആദ്യം അങ്ങനെയാ കരുതിയത്. രാവിലെ ചെമ്പരത്തിയുടെ മൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ടാർച്ച് അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ചാത്തൻ ദർശനം തന്നത് തന്നെയാണെന്ന് തീർച്ചയായി. അത് ചാത്തനാണെങ്കിൽ ചെമ്പരത്തിയുടെ പുറകെ ഒളിച്ചിരിക്കുന്ന എന്തിനാ? നേരെ ഇങ്ങി പോന്നൂടെ? അല്ല, അത് ചിലപ്പം എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടായിരിക്കും. ഇനി കള്ള് നേദിച്ചാലേ രക്ഷയുള്ളൂ. എനിക്കൊരു 100 രൂപ വേണം. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോണ്ടാ മതി. ഭാസ്കറിന് ഇപ്പോൾ അടുക്കളയിൽ പോയി വല്ലതും ഉണ്ടാക്കാൻ നോക്കും. രാവിലെ ഇന്നലെ വന്നുകൊണ്ടാ പട്ടിണിയാകത്തെ. ഇന്നലെ എത്തിയോ? ആ വിജയനെ ഇനി വഴക്ക് പറയണമെന്ന് അവളോട് പറയണം. ഇയാൾക്ക് ഭ്രാന്ത് വല്ലതും പിടിച്ചോ ഭഗവാനെ? ഭാസ്കരമാവൻ പറഞ്ഞത് എല്ലാം സത്യമാണ് അച്ചാച്ചാ. മോൻ ഇതൊക്കെ വിശ്വസിച്ചോ? അയാൾക്ക് പണ്ടേ ഇത്തിരി ലൂസാണ്. അല്ല അച്ചാച്ചാ, ഭാസ്കരമാവിനെ പേടിപ്പിച്ച ചാത്തൻ എന്റെ കളിപ്പാട്ടമാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഇപ്പം വിളിച്ചോണ്ട് വരാം.
ബെസ്റ്റ് ഫ്രണ്ടായ കളിപ്പാട്ടം. ഭാസ്കരന്റെ കഥകൾ കേട്ട് കുട്ടി ഭയന്നു പോയെന്നാ തോന്നണേ. ഹലോ അച്ചാച്ച, ഞാൻ റോബോ, കണ്ണന്റെ കൂട്ടുകാരൻ. ഇവനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റോബോ, നമ്മുടെ ഭാസ്കരമ്മാവിന്റെ ചാത്തൻ. അച്ചാച്ചനെ കണ്ടതിൽ വളരെ സന്തോഷം. റോബോയെ കണ്ടതിൽ എനിക്കും വലിയ സന്തോഷം. ആ ഭാസ്കരൻ ഇവനെ കണ്ട് ഭയന്നതിൽ ഒരു അതിശയവുമില്ല. അച്ഛൻ റോബോയെ പരിചയപ്പെട്ടോ? എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇതുവരെ നേരിട്ട് കാണാത്തതുകൊണ്ടാ. അമേരിക്കയിൽ ഇത്തരം റോബോട്ടുകൾ ഒരു അത്ഭുത വസ്തുവേ അല്ല. റോബോയ്ക്ക് എന്നെ എങ്ങനെ മനസ്സിലായി? എനിക്ക് അച്ചാച്ചനെയും ഭാസ്കരൻ മാമനെയും വിജയൻ മാമനെയും കുട്ടനെയും എല്ലാവരെയും അറിയാം. ഇവനെ സാവധാനം എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഇപ്പോഴേ പ്രശ്നമായിരിക്കുക. ആ ഭാസ്കരൻ ഇവനെ ചാത്തനെന്നാ കരുതിയിരിക്കുന്നേ. നേരിട്ട് കാണാതെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇന്നലെ തെറ്റ് പറ്റിയത് നമുക്കാണ്, വിജയനല്ല. ഭാസ്കരേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കള്ളു കുടിക്ക് കൂട്ടി നിൽക്കുന്ന ഒരു ചാത്തനെ ഹാ, വേണ്ട ഇന്നലെ, ചാത്തനോട് കളി വേണ്ട. ഒന്ന് പോകുന്നുണ്ടോ? ഏവളും കൊണ്ടേ പഠിക്കൂ. സംഭവിച്ചത് കഴിഞ്ഞു, ഇനി സൂക്ഷിച്ചാൽ മതി. പ്രത്യേകിച്ച് റോബോയെ എല്ലാവർക്കും പരിചയമാകുന്നവരെ. ഞാൻ ആർക്കും ശല്യമുണ്ടാക്കില്ല. ഇവിടെ ആരും നിനക്കും ശല്യമാവില്ല. സംഭാര സാർ. ഓ, എന്താ സാർ? തന്നോ? എന്താ സാർ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നേ. അയ്യോ, കള്ള ഞാൻ വൈകിട്ട് നേദിക്കാന്ന് പറഞ്ഞാല് അയാളേക്ക് എത്തി. ഭാസ്കരാ, അയ്യോ, ഭാസ്കരാ, ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ. ചാത്തൻ വീണ്ടും എത്തിയെന്ന് കരുതി കാണും. റോബോ, കുറച്ചു നേരം അകത്ത് പോയി നിൽക്ക്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മതി ഇനി ഭാസ്കരേട്ടൻ റോബോയെ കാണുന്നത്. പോ. ഓക്കേ അച്ഛാ. ആരാ? ബൈക്ക് ലഭ്യപ്പെടും. ചാത്തനോട് കളിക്കുന്നവരെല്ലാം ബൈക്ക് ലഭ്യപ്പെടും. ഏവളും കൊണ്ടേ പഠിക്കൂ. മുടി, ഇത് യക്ഷിയാണോ? ഇത് യക്ഷിയാണോ? എന്താ എന്താ ഇന്നലെ ഇവിടെ? അത് ചാത്തനൊന്നുമല്ല, കണ്ണന്റെ കളിപ്പാട്ടമാ. അതെന്നോട് സംസാരിച്ചതോ? അതെല്ലാവരോടും സംസാരിക്കും. സംസാരിക്കുന്ന യന്ത്രമനുഷ്യൻ. അയ്യോ, അപ്പോ യവനാണ് എന്നെ പേടിപ്പിച്ച ചാത്തൻ അല്ലേ? ഞാൻ പേടിപ്പിച്ചില്ലല്ലോ. ഭാസ്കരൻ മാമൻ പേടിച്ചതല്ലേ? റോബോ എന്തിനാ നിലവിളിച്ചത്? ഞാൻ വെറുതെ യക്ഷിയാണെന്ന്. ഏതായാലും കുട്ടനും ലക്ഷ്മി സ്കൂളിൽ പോയത് നന്നായി, ഇല്ലെങ്കിൽ അവരും ഭയന്ന് പോയേനെ. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മതി റോബോയെ ഇനി അവരെ കാണിക്കുന്നത്. ദേ പരമോണൻ. അയ്യോ, ഇതാരിത്? കുഞ്ഞിന് എന്നെ മനസ്സിലായ? ഞാൻ പറയാം. ദ ഹോൾ വില്ലേജ് വൺ മിൽക്ക് മാൻ, ഈ പരമു. ഈ അമേരിക്ക കുഞ്ഞ് വി സി മിൽക്ക് മാൻ. ഇല്ല, ഞങ്ങൾക്ക് അവിടെ കവറില്ല പാലിട്ടാ. ഓ, ഐ സീ. ദാറ്റ്സ് നോട്ട് ഗുഡ്. ദിസ് മിൽക്ക് പൂവർ മിൽക്ക്. ഓ, പൂവർ അല്ല പരമോണ, പ്യുവർ, പരിശുദ്ധം. പരമോണ മലയാളത്തിൽ പറഞ്ഞാ മതി. കണ്ണൻ ചേട്ടന് മലയാളം നന്നായിട്ട് അറിയാം. ശരിക്കും? അച്ഛനും ഞാനും വീട്ടിൽ എപ്പോഴും മലയാളം തന്നെ സംസാരിക്കാം. അത് കലക്കി. മറ്റുള്ള ഭാഷകൾ കേവലം ദോശകൾ, മർത്യന് പൊന്നമ്മതാൻ മലയാള ഭാഷ എന്നൊക്കെയാണ് പറയാറുള്ളത്. അയ്യോ എന്റെ പരമോണ്ണ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. മർത്യനു പെറ്റമ്മ, തൻ ഭാഷ താൻ എന്നാണ് പറയേണ്ടത്. ആണാ? നീ എന്നെ കൂടുതൽ പഠിപ്പിക്കല്ലേ. നീയൊക്കെ 6ാം ക്ലാസ് ആണ്, ഞാൻ 10ാം ക്ലാസ് ആണ്, SSLC. പരമോണ്ണ 3ാം ക്ലാസ് തൊട്ട് പഠിപ്പിർത്തിയാളാ. ഭാസ്കരനാ, ഭാസ്കരനാ, ഈ ഭാസ്കരനെ എവിടെ പോയി കിടക്കുന്നു? ഭാസ്കരനോ, കിടന്ന് ബഹളം വെക്കാം. എവിടെ ഇത്? ഞാൻ വന്നോണ്ടിരിക്കല്ലേ. ഓ, ഞാന് ഈ പാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയായിരുന്നു. എന്നാ ഒഴിക്കും. അയ്യോ, മതിയല്ലേ? കുറച്ചുകൂടെ ഒഴിക്കടാ. ഇവിടെ ഇപ്പൊ ആളുകളൊക്കെ കൂടിയായിരുന്നു, അറിഞ്ഞില്ലേ? ഞാനത് ഓർത്തില്ല.
എന്താടാ? അല്ല, നല്ല കടല പായസത്തിന്റെ മണം. നിന്റെ ഒടുക്കത്തെ മൂക്കണം. സത്യം. പക്ഷേ വയറിന് ഭാഗ്യമില്ലാതായിപ്പോയി. നല്ല രസികം പായസമായിരുന്നു, എന്നാ ഒട്ടും ബാക്കിയില്ല. ഭാസ്കരണ്ണ, അവിടെ പോയി നോക്ക്, ഒരു ശകലമെങ്കിലും കാണും. നോക്ക്, ചെല്ല് കാണുമെന്ന്. കൊതിയൻ. അടുക്കളയിലോട്ട് വാ. ആ പാത്രം വടിച്ചു തരാം. ചുമ്മാ ഞാൻ അപ്പുറത്തോടെ വരാ. ആ വാ. ഓടിയോ. എന്ത് കുഴപ്പം? എന്തായിരുന്നു പരിപാടി? നിന്റെ ചെവിയാൻ പൊന്നാക്കും. മോനോടല്ല. പോട്ടെ, ഒരുപാട് സ്ഥലത്ത് പാല് കൊടുക്കാറുണ്ട്. അപ്പം ചെയ്യൂ. വാ, നമുക്ക് അകത്ത് പോവാം. ആ പരമു എത്തിയ. ആ രാവിലെ നല്ല പാച്ചിലായിരുന്നു. കഴിക്കാനൊന്നും ആയില്ലേ? ആയി വരണേ ഉള്ളൂ. ആഹാ. ഒന്നുകൂടെ ഒഴിയടേ. അയ്യോ, ഇന്നിനി ഒരു രക്ഷയില്ല. ആ മത്താച്ചേട്ട അറിഞ്ഞ നമ്മുടെ വേണു സാറ് മോനും അമേരിക്കയിൽ നിന്ന് വന്ന് 2 ലിറ്റർ അവിടെ കൊടുത്ത്. സാറിപ്പോ വലിയ സന്തോഷത്തിലായിരിക്കും. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? അവിടെ ഇപ്പൊ ഓണം വന്ന പോലല്ലയോ. ചേട്ടത്തില്ലേ? അവള് ചന്തയിൽ പോയിരിക്കണേ. ഓ, ഒരു ലൈറ്റി. ഒരു ചായ. നല്ല മുഴുത്ത കൊല. എന്താ മത്തായി ചേട്ടാ, ചായ വെച്ചാ വെള്ളമാണോ കൊണ്ടുതരുന്നത്? വെറും വെള്ളമല്ല, പരമു അതേലോടൊന്ന് സൂക്ഷിച്ചു നോക്ക്. എന്തുവാ മണത്ത് കണ്ണി? ചതിച്ച ഭഗവാനെ, എങ്ങനെയാണെന്നറിയില്ല. നിന്റെ ഇന്നലത്തെ പാല് കിടന്നതാ. നീ എന്താ മീൻ കച്ചവടം കൂടെ തുടങ്ങിയ? അത് ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടോ മീനിലൊരെണ്ണം എങ്ങനെയോ ചാടി പാൽപാത്രത്തിൽ കയറിയതാണ്. മത്തായി ചേട്ടൻ ഇത് ഫ്രീ ആയിട്ട് എടുത്തു. എനിക്ക് പാലിന്റെ പൈസ മാത്രം മതി. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അത് എവിടുന്ന് വന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും പാലിൽ മീൻ വന്നാ നിന്നെ ഈ പരിസരത്ത് കയറത്തില്ല. മനസ്സിലായടാ? മനസ്സിലായി. ഇതോടെ കൊണ്ടുപോ. വേണ്ടേ? ആരോട്? പഴമെങ്കിൽ പഴം. ആഹാ, നല്ല ബെസ്റ്റ് പഴം കേട്ടാ. തേനിൻ്റെ മധുരം. മറ്റാ ചേട്ടാ, ഒന്നുകൂടെ എടുക്കട്ടെ? എടേ, അത് കുറച്ചുകൂടെ പഴുക്കട്ടെ, അതിന്റെ ഇരട്ടി മധുരം കാണും. കണാരാ, പറ്റിത്തിരി കൂടുതലായി. ഉടനെ തരാ. നല്ല ബെസ്റ്റ് ചായ. വൈദ്യുതി അവിടെ പോയി അരിഷ്ടം കഴിക്കുന്ന സുഖമുണ്ട്. അരിഷ്ടത്തിനായി എവിടുന്നൊക്കെ ആൾക്കാർ വരണത്. ഇപ്പൊ കയറ്റി അയക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന്. ഓ, ചാട്ടകത്തിന് നോയൊന്നുമില്ല. നന്നായിട്ട് ഇളക്കാൻ കൊണ്ട്. ഇങ്ങോട്ട് അതെ, കുറച്ചുകൂടെ മൂപ്പ് വേണം. ശരി. ഈ മണം മാത്രം മതി അഴിയെണ്ണാൻ. നീയൊക്കെ കൂടെ എന്നെ പിച്ചപ്പാള അടുപ്പിക്കോടെ. ജയാ, നീ ഒന്ന് കുടിച്ചു നോക്ക്. നോക്ക്, കൊടു. എങ്ങനെയുണ്ട്? അപ്പടെ സ്പിരിറ്റ് അല്ലേ? അതെ അതെ അതെ. സ്പിരിറ്റിനൊക്കെ ഇപ്പൊ എന്താ വിലയെന്ന് നിനക്കൊക്കെ അറിയാവോ? പൊന്നും വിലയാ. എന്നാ പോലെ അത് കിട്ടാനുണ്ടോ? അതുമില്ല. ഒരു കാലിനപ്പോ വെള്ളം ഇനിയും ചേരാനുണ്ട്. നന്നായിട്ട് കലരണം. മനസ്സിലായോ? മനസ്സിലായി. ഓഹോ, മതിയാക്കിയ. പിന്നെ ജോലി ഉഴപ്പരുത്. ഇന്ന് രാത്രി ഒരു ഫുൾ ലോഡ് അയച്ചേക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഇടപാടൊക്കെ കൃത്യമായിരിക്കണം. നോക്ക, നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ രോഗികളെ കാണാൻ പോവുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കണം. വൈദ്യരൊന്ന് വേഗം വിളിയടോ. ഏട്ട് കുഞ്ഞമ്പിള്ള വന്നിരിക്കുന്നു പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞതാ, ഇപ്പൊ വരും. ഒരു മുടിച്ച ഗ്യാസ് ഇതെന്നെ കൊണ്ടേ പോവും. വൈദ്യരെത്തി.
ശരണമയ്യപ്പ. എന്ത് വീണ്ടും ഇളകി തുടങ്ങിയാ? ഇളകി വൈദ്യരെ. ആ വാ വാ. കുറവുണ്ടോ? കുറവുണ്ടെങ്കിൽ വരുമോ വൈദ്യരെ? ഇതില് പിന്നെ എന്താ പറയാനാ? ഇരി വാ. ഒരു കള്ളനെ പിടിക്കാനായി 2 ദിവസം ഉറക്കൊഴിഞ്ഞതാ. ഗ്യാസ് കേറി ഇവിടെ ഇരിക്കുക. അങ്ങോട്ട് പോണില്ല ഇങ്ങോട്ട് പോണില്ല. ചേടാ ഈ ശരീരത്തിൽ എവിടെയെല്ലാം ഇടം കിടക്കുന്നു ഈ ഗ്യാസിന് പോകാൻ. സാരമില്ല വഴിയുണ്ടാക്കാം. അയ്യോ ചേടാ ഒരു ബക്കറ്റ് കലക്കി കൊടുക്കേണ്ടതാ. ഇതിൽ കൊടുത്ത എന്തോ ആകാനാ? ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ. ഒറ്റയടിക്കാൻ കുടിച്ചാട്ടെ. വായു പോയി. നല്ല ആശ്വാസമുണ്ട്. വൈദ്യരുടെ ഇഷ്ടം ജപ്പാൻ തന്നെ. ജപ്പാനിന്നൊന്നുമല്ല, ഞാൻ ഇവിടെ ഈ വൈദ്യശാല ഉണ്ടാക്കിയതാ. അതുകൊണ്ടാണല്ലോ അയൽ സംസ്ഥാനങ്ങളിൽ വരെ ഡിമാൻഡ് ഉള്ളത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വൈദ്യർക്ക് തിരക്കുള്ളതല്ലേ. ബില്ല് ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. ബില്ല് സാർ പോയട്ടെ. അങ്ങനെ ആട്ടെ. ബില്ല് പോലും സാറേ. അതെ, നമ്മുടെ മറ്റേ കള്ളന്റെ കാര്യം എന്തോ ആയി? ആള് ജപ്പാനല്ലേ? കണ്ടോ, വന്ന് ജപ്പാനിൽ നിന്ന് വന്ന് വരെ മോഷണം തുടങ്ങിയിരിക്കുക. അതല്ലെന്നേ, അവൻ ജഗജഗജാലക്കില്ലാടിയാ. എന്ന് കുറച്ച് ദിവസമായി അവൻ ഇവിടെ കിടന്ന് വിലസുന്നു. കഴിഞ്ഞ ആഴ്ച ആ വേലുവിന്റെ പുരയിടത്തിനെ മുഴുവൻ വൃത്തി ചക്കയെ മേടിച്ചോണ്ട് പോയി. ദൈവമേ, ഞാൻ വല വിരിച്ചിട്ടുണ്ട്. അവൻ താമസിയാതെ വൈദ്യരെ കാണാൻ വരും. തൈല വിട്ട് ഉഴിയായ. പിന്നല്ലാതെ എവിടെ പോകാൻ. ഒന്ന് അമർത്തി തടവ് ഭാസ്കര. വയസ്സായി വരെയല്ലേ സാറേ? നിനക്ക് തൈലോട് അറിയാമോ? ശ്രമിച്ചു നോക്കാം. യവൻ ആള് കൊള്ളാമല്ലോ. സംഗതി ലോഹമാണെങ്കിലും നല്ല സുഖം. അതാണ് റോബോ. ഇങ്ങനെയാണെങ്കിൽ അവൻ എന്റെ കഞ്ഞുകൂടി മുട്ടിക്കുമല്ലോ. ഒരിക്കലുമില്ല, റോബോ ആർക്കും പറയാവില്ല. അച്ചാച്ചാ, റോബെ ഞാൻ ഇതുവരെ കുട്ടനെ ലക്ഷ്മി കാണിച്ചിട്ടില്ല. അതിനെന്താ, അവർ സ്കൂളിൽ നിന്ന് വന്നോട്ടെ. നമുക്ക് ഇന്ന് തന്നെ അവരെയും കൂട്ടുകാരെയും ഒക്കെ റോബോയെ പരിചയപ്പെടുത്താം. അപ്പോഴേക്കും ബാങ്കിൽ നിന്ന് അച്ഛനും എത്തും. ശാസ്ത്രം നിങ്ങൾക്ക് തന്ന ഒരു കളിപ്പാട്ടമാണ് ഈ റോബോ എന്ന യന്ത്രമനുഷ്യൻ. ഇവൻ നിങ്ങളോട് സംസാരിക്കും, കളിക്കും, നൃത്തം ചെയ്യും. ഇതൊന്നും കണ്ട് ആരും അത്ഭുതപ്പെടരുത്. ഇവൻ ഇതിനെല്ലാം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവൻ ഓടാനും ചാടാനൊക്കെ പറ്റുമോ? പറ്റും. നമ്മൾ എന്തൊക്കെ പ്രോഗ്രാം ചെയ്യുന്നു അതെല്ലാം ഇവൻ ചെയ്യും. ചായ ഇടാനും കത്ത് കൊടുക്കാനും, എന്തിന് പോലീസിലും പട്ടാളത്തിലും വരെ ഇന്ന് റോബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അമ്മാമ്മയുടെ ചായക്കട പൂട്ടിക്കോ? എനിക്ക് കുട്ടികളായ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. കൊടുങ്കാട്ടിൽ ഗുഹകളിലും മരങ്ങളിലും കഴിഞ്ഞിരുന്ന മനുഷ്യരെ ഇന്നത്തെ രീതിയിൽ വളരാൻ സഹായിച്ചത് ശാസ്ത്രമാണ്. അതേസമയം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും മനുഷ്യനെ കൊല്ലുന്ന ബോംബുകളും മിസൈലുകളും എല്ലാം ശാസ്ത്രത്തിൻ്റെ സംഭാവനകളാണ്. മനുഷ്യ നന്മയ്ക്കായി മാത്രം ശാസ്ത്രത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാം നാശത്തിന് കാരണമായി തീരും. ഇവൻ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രതീകമാണ്. നിങ്ങളുടെ എല്ലാം നല്ല കൂട്ടുകാരനായിരിക്കട്ടെ. എന്താ? ഞാൻ റോബോ, കണ്ണന്റെ കൂട്ടുകാരൻ, നിങ്ങളുടെയും കൂട്ടുകാരൻ. കുട്ടൻ. ഹലോ കുട്ടൻ. ഹലോ. ഹലോ. ഞാൻ ജോസ്. ഹലോ ജോസ്. നൈസ് ടു മീറ്റ് യു. ഹലോ. ഹലോ. ഞാൻ ശംഭു. ഹലോ ശംഭു.
ഞാൻ ലക്ഷ്മി. ഹലോ ലക്ഷ്മി. ലക്ഷ്മി കെട്ടിയതാണോ? ഉത്സവനാളിലടിച്ചു പൊളിക്കാൻ മത്സരിച്ചോടും കുട്ടികളെ, ഉത്സവനാളിലടിച്ചു പൊളിക്കാൻ മത്സരിച്ചോടും കുട്ടികളെ, വരവായി നിങ്ങൾ കുത്തുകളിക്കാൻ പുതിയൊരു കൂട്ടായി റോബോ, ഈ യന്ത്രമനുഷ്യൻ റോബോ, ഈ യന്ത്രമനുഷ്യൻ റോബോ. ഉത്സവനാളിലടിച്ചു പൊളിക്കാൻ മത്സരിച്ചോടും കുട്ടികളെ, ഉത്സവനാളിലടിച്ചു പൊളിക്കാൻ മത്സരിച്ചോടും കുട്ടികളെ, വരവായി നിങ്ങൾ കുത്തുകളിക്കാൻ പുതിയൊരു കൂട്ടായി റോബോ, ഈ യന്ത്രമനുഷ്യൻ റോബോ, ഈ യന്ത്രമനുഷ്യൻ റോബോ. ഉത്സവനാളിൽ ഉത്സവനാളിൽ മന്ത്രവുമില്ലൊരു തന്ത്രവുമില്ല ഇവനൊരു പാവം യന്ത്രമനുഷ്യൻ, മന്ത്രവുമില്ലൊരു തന്ത്രവുമില്ല ഇവനൊരു പാവം യന്ത്രമനുഷ്യൻ. നിങ്ങളുടെ യാജ്ഞകൾ കേട്ടു നടക്കും, നിങ്ങൾക്കൊപ്പം ആടി നടക്കും, നിങ്ങളുടെ യാജ്ഞകൾ കേട്ടു നടക്കും, നിങ്ങൾക്കൊപ്പം ആടി നടക്കും. നിങ്ങളുടെ കണ്ണിലെ കണ്ണീർ മാറ്റും നിങ്ങളുടെ രക്ഷകൻ റോബോ, നിങ്ങളുടെ കണ്ണിലെ കണ്ണീർ മാറ്റും നിങ്ങളുടെ രക്ഷകൻ റോബോ. ഇവൻ നിങ്ങളുടെ സ്വന്തം റോബോ, ഇവൻ നിങ്ങളുടെ സ്വന്തം റോബോ. ഉത്സവനാളിലടിച്ചു പൊളിക്കാൻ മത്സരിച്ചോടും കുട്ടികളെ, ഉത്സവനാളിലടിച്ചു പൊളിക്കാൻ മത്സരിച്ചോടും കുട്ടികളെ. റോബോയ്ക്ക് ഇപ്പോഴും വെള്ളത്തെ പേടിയാ. റോബോ എന്താ നീന്താ പഠിപ്പിക്കാത്തത്? നീന്താനുള്ള പ്രോഗ്രാം ചെയ്തിട്ടില്ല, അതുകൊണ്ടാ. പക്ഷെ പുഴയിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു. ഇനി എത്ര കാലം ഈ പുഴ ഇവിടെ കാണുമെന്നറിയില്ല. അതെന്താ? മണലൂറ്റി ഈ പുഴയെ കൊല്ലുകയല്ലേ? അത് ശരിയാ. ഇന്നാർക്കും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഒരു ശ്രദ്ധയുമില്ല. കാട്ടിലെയും മലകളിലെയും
വൃക്ഷങ്ങളെയൊക്കെ വെട്ടിത്തിളക്കിയല്ലേ. നമുക്കും വേണ്ടേ ശുദ്ധവായും വെള്ളവും? പക്ഷെ ഇവിടെ മരങ്ങൾ മുറിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കാറില്ല. അത് നന്നായി. കണ്ണ, ശംഭു, കുട്ട, ലക്ഷ്മി, വേഗം വാ, വേഗം വാ. റോബോ വിളിക്കുന്നു. എന്താ റോബോ, എന്താ? ദേ അങ്ങോട്ട് നോക്കൂ. പരമോണ്ണൻ പാലിൽ വെള്ളം ഒഴിക്കാവും. ഈ തങ്ങനെ വിട്ടാ പറ്റില്ല. വാടാ കുട്ടാ, വാ. റോബോ ഇവിടെ നിന്നോ. Yes. വാ വാ വാ. ഇന്ന് പാല് തികഞ്ഞില്ലേ പരമോണ്ണ? പിന്നെ ഈ പാലൊക്കെ ഞാൻ എല്ലായിടത്ത് കൊടുത്ത് തീർന്ന്. അപ്പൊ ഈ വെള്ളം എന്തിനാ? ഈയുടെ മക്കളെ ഇത് പാത്രം കഴിവ് എടുത്തല്ലേ. ജീവിക്കാൻ സമ്മതിക്കത്തില്ല. മോനനി കീർത്തനം പാടിക്കോ. വിഘ്നേശ്വര വിനായക ഗജാനന ഗണനാഥ തവ പാദം കുമ്പിടുന്നേ കാത്തുകൊള്ളേണേ. ശൈലനാഥൻ ഹിമവാന്തൻ ആത്മജയാമമ്പതന്റെ ആത്മപുത്രനാകും ഭവാൻ അനുഗ്രഹിക്കൂ. ആത്മപുത്രനാകും ഭവാൻ അനുഗ്രഹിക്കൂ. വിഘ്നേശ്വര വിനായക ഗജാനന ഗണനാഥ തവ പാദം കുമ്പിടുന്നേ കാത്തുകൊള്ളേണേ. തവ പാദം കുമ്പിടുന്നേ കാത്തുകൊള്ളേണേ, കാത്തുകൊള്ളേണേ. നാരായണായെന്ന് ഞാനും നാരീരമൂടെന്ന വേളും ശിവശിവായെന്ന് ഞാനും ശീമക്കഴങ്ങെന്ന വേളും ഹരഹര എന്ന് ഞാനും അരയ്ക്കുമ്പം വയ്ക്കുന്ന വേളും. മോനെ, എന്റെ പൊന്നുമക്കൾ എവിടെ പോയി? അമ്മച്ച പിടിച്ചു തിന്നോ? മോനെ കുട്ടോ, ലക്ഷ്മി, ലക്ഷ്മി കുട്ടി, അച്ഛനെത്തി. മോനെ ലക്ഷ്മി കുട്ടി. നിങ്ങൾ കഞ്ഞി കുടിക്കും. എന്റെ പൊന്നും കുടങ്ങള് കഞ്ഞി കുടിക്കായിരുന്നോ? കുടിച്ചോ കുടിച്ചോ കുടിച്ചോളി. നീയും കഞ്ഞി കുടിക്കുന്നോടി മൂദേവി. ആഹാ, എന്റെ പൊന്നും കുടങ്ങള് കഞ്ഞി കുടിച്ചോ, മക്കള് കഞ്ഞി കുടിച്ചോ. എനിക്ക് ചോദിക്കാനുള്ളത് ഇവളോടാ. ഞാൻ വരുന്നതിന് മുമ്പ് നിന്നോട് കഞ്ഞി കുടിക്കാൻ ആരടി പറഞ്ഞ്? അതിന് നിങ്ങൾ എപ്പോഴാ വീട്ടിലെത്തുന്നതെന്ന് ആർക്കറിയാം? എന്ന ബോധമില്ലാതെ എവിടെയെങ്കിലും വീണ് കിടക്കുന്നല്ലേ പതിവ്. തർക്കുത്തരം പറയുന്നോടി. ഇടിച്ചതിന്റെ കൂമ്പുവട്ടിക്കളെ. ഓ പിന്നെ പിന്നെ മക്കൾ മാറി, പൊന്നു മക്കളെ മാറി. ഇവക്ക് രണ്ടു കൊടുത്തല്ലേ ഉള്ളു നന്നാവുള്ളൂ. ഇല്ല, ഞങ്ങൾ മാറില്ല. എന്ത് പറഞ്ഞാലും മാറൂലേ? അച്ഛൻ പറഞ്ഞാലും മാറൂലേ? ഇല്ല, അമ്മ അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ശരി, അത് ശരി. നിങ്ങൾ അമ്മേ മക്കൾ ഒരു കയ്യാ. എനിക്ക് മാത്രം ആരുമില്ല. നിങ്ങൾക്ക് അമ്മേ മതി, അച്ഛനെ വേണ്ട. എനിക്കാരുമില്ല, എനിക്കാരുമില്ല. എനിക്കെന്റെ ചാത്തം മാത്രമേ ഉള്ളൂ. എനിക്കെന്റെ ചാത്തം മാത്രമേ ഉള്ളൂ. എനിക്ക് ചാത്തം മാത്രം, എന്റെ ചാത്തം മാത്രം. എന്റെ പൊന്നു വിജയ, ഒന്നിറങ്ങി വാ. കരയാതെ മക്കളെ, ഈ പിള്ളേരെ ഓർത്തെങ്കിലും ഒന്നിറങ്ങി വാ. വിജയ, ഒന്നിറങ്ങി, കാല് വേണമെങ്കിലും പിടിക്കാം. അങ്ങനെ പറയാതെ എന്റെ പൊന്നു വിജയ, ഒന്ന് താഴോട്ട് ഇറങ്ങി വാ. ഈ പിള്ളേരെ കരുതിയെങ്കിലും ഒന്ന് താഴോട്ട് വാ. എന്റെ പ്രശ്നവും പരിഹരിക്കാം. അയ്യോ, അങ്ങനെ പറയാതെ ഇറങ്ങി വാ.
എനിക്ക് ഭാര്യയില്ല മക്കളും ഇല്ല. നിങ്ങൾ നിങ്ങളെ തള്ളേരെ അടുത്ത് പോ. ഞാൻ എന്റെ ചാത്തൻ സ്വാമിയുടെ അടുത്ത് പോവുക. എന്റെ പൊണ്ണ് ചാത്തൻ സ്വാമി, എന്റെ ചാത്തൻ സ്വാമിയാ. അയ്യോ എടാ ഇറങ്ങി വാടാ. ആ സാറേ ഇതാ കണ്ടാ സാറേ, ഇതാ കണ്ടാ സാറേ, ഒന്ന് പറയണേ സാറേ. ഇറങ്ങി വാടാ. ഞാനാ പറയുന്നത്, ഏട്ട് കുഞ്ഞമ്പിള്ള പറയുന്നത്. ഇറങ്ങി വാടാ. ഇറങ്ങി വരാൻ മനസ്സില്ലടോ. പന്ന് പരട്ട പൂക്കുറ്റി പോലീസ് തന്നെ എനിക്ക് പേടിയില്ലടോ. അയ്യോ സാറ് വിഷമിക്കണ്ട സാറേ, എന്നാലും വിളിക്കണേ സാറേ. ഞാൻ അങ്ങോട്ട് കയറി വന്നോണ്ടല്ലോ. താൻ ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ അങ്ങോട്ട് ചാടും. തനിക്ക് എന്റെ ശവം മാത്രമേ കിട്ടൂ. ഞങ്ങളെല്ലാം 18 അടവ് നോക്കിയതാ സാറേ. ആര് കയറിയാലും അവൻ ചാടും, അത് തീർച്ചയായും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവനാണെങ്കിൽ ഒരു ബോധവുമില്ല. അതിനി ഒരു മാർഗമേ ഉള്ളൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ആരും ഭയപ്പെടരുത്. ഈ വിജയനെ ഓർത്ത് ആരും കരയരുത്. നിങ്ങൾക്കൊക്കെ നല്ലത് വരും. വിജയന്റെ ചാത്തന്റെ അടുത്തോട്ട് പോവുക. എന്റെ ചാത്ത ഞാനിതാ വരുന്നു. എടാ വിജയ, ഇറങ്ങി വേടാ. നടക്കുന്നവൻ കുട്ടികളെ വിളിച്ചോണ്ട് പോടാ വീട്ടില്. മക്കള് വാ, ഇനി വീട്ടിൽ പോവാം. അവനൊരെണ്ണം അത്യാവശ്യമായിരുന്നു. ഇവന്റെ കള്ളുകൂടി നിർത്തുന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ. മോനെ അച്ഛൻ കള്ളു കുടിക്കാത്തപ്പം ഞങ്ങളോടല്ല എന്ത് സ്നേഹാണെന്നറിയോ? ഞങ്ങൾ പറയുന്നത് എന്ത് സാധിച്ചു തരും. കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം ഒക്കെ മാറും. ലക്ഷ്മി കരയണ്ട. ഇത് നിർത്താൻ എന്താ ഒരു മാർഗം? ഒരു മാർഗമില്ല. ആരെല്ലാം ശ്രമിച്ചതാ. വലിയ സാറ് കൂടി എത്ര തവണ വഴക്ക് പറഞ്ഞിരിക്കുന്നു. വിചാരിച്ചാ നടക്കില്ലേ? ശ്രമിച്ചു നോക്കാം. ചാത്തനെ പറ്റിയുള്ള വിവരങ്ങൾ എനിക്കറിയണം. അത് ഞാൻ പറഞ്ഞു തരാം. സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ പുത്രന്മാരിൽ ഒരാളാണ് ശാസ്തൻ എന്ന ചാത്ത ഭഗവാൻ. ആശ്രിത വത്സലനും ഭക്തരക്ഷകനുമാണ് ഭഗവാൻ. അച്ഛൻ ഇങ്ങനെ കുടിച്ചു നശിക്കാൻ ചാത്ത ഭഗവാന്റെ പേര് ദുരുപയോഗപ്പെടുത്തുന്നെന്ന് മാത്രം. ഇക്കാര്യത്തിൽ ചാത്ത ഭഗവാന് നല്ല വിഷമം കാണും. അപ്പോൾ ചാത്ത ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കും. ഇത് നടക്കോ റോബോ? നമുക്ക് ശ്രമിക്കാം. വിജയമാമ ഇതുവരെ റോബോയെ കാണാത്ത സ്ഥിതിക്ക് നമ്മൾ വിജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അച്ഛൻ വരുന്നുണ്ട്. ശംഭു തയ്യാറാണല്ലോ. ഓപ്പറേഷൻ ചാത്തൻ ഇവിടെ തുടങ്ങും. ചാത്ത ചാത്തോ വരികണ്ട ചാത്തനെ, നേരെ ചൊവ്വേ നയിക്കണ്ട ചാത്തനെ. ആ ചാത്ത ചാത്തോ വരികണ്ട ചാത്തനെ, നേരെ ചൊവ്വേ നയിക്കണ്ട ചാത്തനെ. ഇതവിടെ പോയി. അത് ശരി, അല്പം പ്രസാദമെങ്കിലും അടിയന് തരാതെ കുപ്പിയോട് അങ്ങ് അടിച്ചു അല്ലേ? സാരമില്ല, അങ്ങേക്ക് തൃപ്തിയായെങ്കിൽ അടിയനത് മതി. അടിയനത് മതിയേ. ചാത്ത ചാത്തോ വരികണ്ട ചാത്തനെ, നേരെ ചൊവ്വേ നയിക്കണ്ട ചാത്തനെ. ചാത്ത ചാത്തോ വരികണ്ട ചാത്തനെ. അതേ കുപ്പി. ഭഗവാനെ, ഇതെന്ത് മറിമായം! അടിയന് കൂടെ ദർശനം തരണേ. അങ്ങ് എവിടെയാണ്? അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയനോട് പൊറുക്കണേ. ഭഗവാനെ, അടിയന് മാപ്പ് തരണേ, മാപ്പ് തരണേ. മകനെ വിജയ, ഇനി കണ്ണുകൾ തുറക്കൂ.
ഓ ഭഗവാനെ, അടിയന്റെ ജീവിതം ധന്യമായി. വിജയ, ഓ നിന്നെ നാം ഇഷ്ടപ്പെടുന്നു. പക്ഷേ നിന്റെ കള്ളുകുടി നമുക്ക് ചീത്തപ്പേര് തന്നു. ആന പറയുന്നത് നീ ചാടാൻ പോയത് നാം കണ്ടു. എല്ലാം കള്ളുകുടി കാരണം. ഇനി നീ കള്ളുകുടിക്കരുത്. ഭഗവാനെ, അത് ഒന്നും പറയണ്ട. നിന്റെ ജാതൻ പറയുന്നു ഇനി കള്ളുകുടി വേണ്ട. ഇനി നീ മദ്യം തുടരുത്. ഭാര്യയും കുട്ടികളെ നീ വിഷമിപ്പിച്ചു. അതിനുള്ള ശിക്ഷ നാം കൽപ്പിക്കുന്നു. 101 ഏത്തം. അത്രയും വേണോ? വേണം. കണ്ണുകൾ പൂട്ടി ഇപ്പോൾ തന്നെ ഏത്തമിടണം. തുടങ്ങൂ. 1, 2, 3, 52, 53, 54, 55, 56, 57. എങ്ങനെയുണ്ട്? റോബോ കലക്കി. താങ്ക് യു. 97, 98, 99. എന്നോട് വേണമായിരുന്നു. ഇത് ഭഗവാൻ തട്ടി കളഞ്ഞതാ. ക്ഷമിക്കണം, ഇത് അവസാനത്തേതാ. ഇനി തൊടൂല, ഇനി കുടിക്കേയില്ല. അച്ഛൻ വീണ്ടും തുടങ്ങി. ഈ ഒരേ ഒരു പ്രാവശ്യം. അയ്യോ, അച്ഛൻ വീണു. വാ, നമുക്ക് നോക്കാം. നടക്കണോ? നിന്നോട് ആരാ പറഞ്ഞത് കുപ്പിയിലെറിയാൻ? അത് നിങ്ങളല്ലേ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? എന്നാൽ അത് സാക്ഷാൽ ചാത്ത ഭഗവാന്റെ പണിയായിരിക്കും. ചാത്തനോ? എന്നാ ബ്ലോക്ക് ഓഫീസിൽ പോയി വളം വാങ്ങിയിട്ട് വാ. ശരി സാർ. എടാ വിജയ, നീ കള്ളുകൂടി നിർത്തിയെന്ന് കേട്ടത് ശരിയാണോ? ശരിയാണ് സാർ. ഉറച്ച തീരുമാനമാണോ അതോ വീണ്ടും പരിപാടി ആരംഭിക്കുമോ? ഇല്ല സാർ, ഇനി എനിക്ക് കുടിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ കുടിക്കണമെന്നേ ഇല്ല. ഇന്നുവരെ മക്കളെ സന്തോഷം ഞാൻ ഇപ്പോഴാ കാണുന്നത്. ഞാൻ കരുതിയതുപോലെ അല്ല, ചാത്തൻ മിടുക്കനാ. ചാത്തനാ എന്റെ കുടി നിർത്തിയെന്ന് സാറെങ്ങനെ അറിഞ്ഞു? ആ ചാത്തനും കുറെ കുട്ടിച്ചാത്തന്മാരും ഇപ്പോ ഇവിടെയുണ്ട്. ഇവിടെയോ? ഞാൻ പോകുന്നിടത്തെല്ലാം ചാത്തനും കൂടെ ഉണ്ടല്ലോ. ഇനി സ്വകാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. നിനക്കവരെ കാണണോ? ആ, കാണണം. പക്ഷേ ഇനി ഒരിക്കലും കള്ള് തുടരരുത്. ഇല്ല സാർ, ഞാനിനി ഒരിക്കലും കുടിക്കില്ല. കണ്ണാ, ഈ തയ്യെല്ലാം ഇളക്കി നടണം. ഓ, നീ പേടിക്കണ്ട. ഇത് ചാത്തനും ദൈവമൊന്നുമല്ല. ഇവനാണ് റോബോ എന്ന യന്ത്രമനുഷ്യൻ, കുട്ടികളുടെ ഒരു കളിപ്പാട്ടം. നിന്റെ കള്ളുകൂടി മാറ്റിയത് ഇവനാണ്. ഹലോ വിജയ മാമ. ഹലോ. ഇനി കള്ളു കുടിക്കരുത്. ഇല്ല ഇല്ല. കള്ളു കുടിച്ചാൽ വൈക്ലഭ്യപ്പെടും. നിക്കുമണിയാ, ഇതുകൂടെ അങ്ങോട്ട് പോട്ടെ. ഇന്നലെ ആ 2 ചാക്കൂടെ അങ്ങ് കൊടുത്തയക്കണേ. കുടിക്കാൻ കുറച്ച് വെള്ളവും. ആ, ഇപ്പോ കൃഷി കാര്യങ്ങളൊക്കെ വിജയനാണ്. കാലിൻ്റെ പ്രശ്നം കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. കൃഷി കൊണ്ട് പഴയ പോലെ ലാഭമൊന്നുമില്ല. കൃഷി നിർത്തിയാൽ ഈ പണിക്കാരൊക്കെ പട്ടിണിയാവും, പാവങ്ങളാ. പിന്നെ നമ്മുടെ അന്നദാതാവായ ഈ ഭൂമി അത് തരിശാകും. രണ്ടും മനസ്സിനെ വേദനിപ്പിക്കും. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമം തോന്നുമോ? ചോദിച്ചോളൂ.
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അച്ഛൻ എൻ്റെ കൂടെ അമേരിക്കയ്ക്ക് വന്നൂടെ? നീ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിൻ്റെ അമ്മ മരിച്ചത്. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും മാത്രമായ ഒരു ലോകമായിരുന്നു. നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട്. അമേരിക്കയിൽ പോകണമെന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ എതിര് നിന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്നാണ് പ്രമാണം. അതായത് അമ്മയും ജന്മഭൂമിയും സ്വർഗത്തെക്കാൾ വലുതാണ്. വസുദൈവ കുടുംബകം എന്നും ഒരു ചൊല്ലുണ്ട്. ഈ ലോകം മുഴുവൻ നമ്മുടെ തറവാടാണെന്ന്. നീ എന്ത് പറഞ്ഞാലും ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. ഇതെൻ്റെ സ്വർഗമാണ്. 10 ലക്ഷത്തിൻ്റെ മുതല. രാവിലെ 6 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കടത്തിയിരിക്കണം. ശരി. വഴിയിലൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല. എല്ലായിടത്തും കേട്ടേണ്ടതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. വിക്രമ, ഇതൂടെ കയ്യിലിരിക്കട്ടെ. ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഒതുക്കിപ്പോലെ. ശരി മുതലാളി. പൊയ്ക്കോ. വാ പോവാ. മുതലാളി, വിക്രമൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഏയ്, എന്ത് പ്രശ്നം? നമ്മുടെ അരിഷ്ടത്തിൽ പിരിത്ത് ചേർത്തിട്ടുണ്ടെന്നുള്ള വിവരം ഇവൻ പോലീസിനോടോ മറ്റോ പറഞ്ഞു കൊടുത്താലോ? അതിന് മറുപടി പറയേണ്ടത് ലോറിയിലിരിക്കുന്നവരാ. നമ്മൾ കയറ്റി അയച്ചത് മരുന്നുകൾ മാത്രമാണ്. അങ്ങൊരു ബുദ്ധിരാക്ഷസൻ തന്നെ. ഇവിടെ ശരിക്കും യക്ഷിയുണ്ടോ? എപ്പോഴും ഇല്ല, പക്ഷേ എല്ലാ വെള്ളിയാഴ്ച രാത്രി യക്ഷി വരും. അതെന്താ വെള്ളിയാഴ്ച മാത്രം? അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ പണ്ട് മുതലേ അത് അങ്ങനെയാ. അന്ന് ഡ്രാക്കുളയുമായി ഉടക്ക് കാണും. ആരാ ഈ ഡ്രാക്കുള? യക്ഷിയുടെ ഭർത്താവാ. യക്ഷി കേട്ട കുഴപ്പമാകും. ഒന്ന് നിർത്തടാ. യക്ഷി പോലും യക്ഷി. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന. അത് നീ പകരല്ലേ വരുന്നത്? രാത്രി വന്ന് നോക്ക്, അപ്പം കാണാം പൂരം. ഈ യക്ഷിയെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ പരമോണ്ണം കണ്ടിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടാ അണ്ണനെന്ന് രക്ഷപ്പെട്ടത്. അത് ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അതിനുശേഷമാ ഇതിനകത്ത് ആരും കയറാത്തത്. മതി മതി, നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് പോകാം. റോബോയ്ക്കും പേടിയാണ്. ഒരു കാര്യം ചെയ്യ്, എല്ലാവരും ഇവിടെ നിൽക്കും. ഞാൻ ഇതിനകത്ത് കയറിട്ട് വരാം. ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാം. അപ്പോഴേ ഇവരുടെ പേടി മാറും. അപ്പോ യക്ഷി വന്നാലോ? യക്ഷിയുടെ തലയാനറിഞ്ഞ് പൊട്ടിക്കും. അവൻ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. ഓ, ധൈര്യമുള്ള ആളല്ലേ, പോയി വരട്ടെ. അയ്യോ, എന്റെ അമ്മച്ചി. കണ്ണാ, കുട്ടാ, ലക്ഷ്മി, ഓടുവാ. എന്ത് പറ്റി? എന്താ? കണ്ണാ, ഓടുവാ കണ്ണാ. എന്താ ശംഭു? എന്ത് പറ്റി ശംഭു? എന്താടാ? എന്താ? നീ ഇത് കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഇത് നമ്മുടെ കാണാതെ ചക്കിക്കോട് തൂളിലല്ലേ? നോക്കട്ടെ. അതെ, ചക്കയുടെ തന്നെ. യക്ഷി രക്തം കുടിച്ചതാവും. ഓടാണോ? തൂവലൊക്കെ മാറ്റിയിട്ടാണോ യക്ഷി രക്തം കുടിക്കുന്നത്? ഇത് കള്ളന്റെ പണിയാ. റോബോ പറഞ്ഞതാ ശരി. ദേ, അത് കണ്ടോ, കോഴി ഇവിടെ കൊണ്ടുവന്ന് വേവിച്ച് കഴിച്ചിരിക്കുക. ഞാൻ പൊന്നുപോലെ വളർത്തിയത്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് പൂക്കുറ്റി മാമനോട് വിവരം പറയാം. ആരാ ഈ പൂക്കുറ്റി മാമൻ? അതിവിടെ തേട്ട പോലീസാ. പണ്ട് തൊപ്പി പൂക്കൂറ്റി പോയിരുന്നപ്പോ കിട്ടിയ പേരാ. ഇന്ന് തന്നെ പൂക്കുറ്റി മാമനോട് വിവരം പറയണം. നാട്ടിൽ കള്ളന്മാരുടെ ചില കൂടി വരിക. ആഹാ, അങ്ങനെ വരട്ടെ. കള്ളൻ കൂര പൊത്താണ് അകത്തിറങ്ങിയിരിക്കുന്നത്. അതെ അങ്ങത്തെ. ഈ കുലയല്ലാതെ മറ്റൊന്നും പോയിട്ടില്ല. ഇല്ലങ്ങത്തെ, ഒറ്റ പൈസ അവൻ എടുത്തിട്ടില്ല. പക്ഷെ ആ കൊല മുഴുവൻ അവൻ അടിച്ചോണ്ട് പോയി. എന്താ ഇത്രയും വേണോ? വേറെ ഒന്നും വിചാരിക്കല്ലേ സാറേ, കൈക്കൂലിയാണ്.
ഇത് വേണ്ടായിരുന്നു. ഇരിക്കട്ടെ അങ്ങത്തെ. ആ കള്ളനെ എങ്ങനെയും കണ്ടുപിടിച്ച് അവന്റെ കൂം പിടിച്ചു വാട്ടണം. അത്രയ്ക്ക് ദണ്ണമുണ്ട് സാറേ. രൂപ 150 എണ്ണി കൊടുത്താ ഞങ്ങളത് വാങ്ങിയത്. നിങ്ങൾ വിഷമിക്കണ്ടെന്നേ, എത്രയും പെട്ടെന്ന് ഞാൻ അവനെ കസ്റ്റഡിയിലെടുക്കും. അവൻ ഏത് ജപ്പാനായാലും ശരി, ഈ ഏട്ട് കുഞ്ഞമ്പിള്ളയാ പറയുന്നത്. ആ കള്ളൻ തിന്ന് തീർത്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ അങ്ങത്തെ എടുത്തോളണം, ഫ്രീ ആയിട്ട്. എന്ത് ഇന്നിവിടെ കച്ചവടമൊന്നുമില്ലേ? ഓ, ഇന്ന് വേണ്ടാന്ന് വെച്ച്. ആ കള്ളന് നമ്മൾ തന്നെയല്ലേ വെച്ച് വിളമ്പണം. ഇന്ന് ഒരുത്തനെ ഇവിടുന്ന് ഒന്നും തിന്നണ്ട അങ്ങത്തെ. അല്ല, ഒരു ചായെങ്കിലും കൊടുക്കാമായിരുന്നു. പച്ച വെള്ളം പോലും ഇന്ന് ഒരുത്തനും കൊടുക്കില്ല. ആ എന്നാ ശരി. ഏട്ടങ്ങത്തെ, ഇവിടെ ആകെ ഒന്ന് അരിച്ചു പറക്കണം. ആ കള്ളനെ എത്രയും പെട്ടെന്ന് പിടിക്കണം. അത് ഞാൻ ഏറ്റെന്നേ, ഏത് ജപ്പാനായാലും. എന്റെ കർത്താവേ. 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ആരെയും കാണുന്നില്ലല്ലോ. ഒരു പണിയൊപ്പിക്കാം. കണ്ണ ഓടി വരണേ, ലക്ഷ്മി രക്ഷിക്കണേ, ശംഭു ഓടി വരണേ. അയ്യോ, റോബയ്ക്ക് എന്തോ പറ്റി? ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. കണ്ടുപിടിച്ച് എല്ലാവരെയും പറ്റിച്ച് എല്ലാവരെയും ഇതാണ് റോബോയുടെ ബുദ്ധി. സമ്മതിച്ചിരിക്കുന്നു. കുട്ടന ആദ്യം വന്നത്. കുട്ടൻ എണ്ണിക്കോ, ഇനി ഞങ്ങൾ ഒളിക്കാം. ഓ ശരി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഏത് കൊടുങ്കാട്ടിപ്പി ഒളിച്ചാലും നിന്നെ ഞാൻ പൊക്കും. അയ്യോ അയ്യോ അയ്യോ, അതാ കള്ളൻ തന്നെ ഒളിച്ചിരിക്കായിരിക്കും. നീ ജപ്പാനാണെങ്കിൽ ഞാൻ കൊറിയാനടാ. ഇനി നീ രക്ഷപ്പെടില്ലടാ. ഈ ഏട്ട് കുഞ്ഞമ്പിള്ള ആരാണെന്ന് ഇന്ന് നീ അറിയും. റോബോ 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 എന്താ? വാ വാ വാ. റോബോ 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 എന്തുപറ്റി റോബോ? എന്തുപറ്റി റോബോ? ഇയാൾ ആദ്യം പിടിച്ചു, പിന്നെ കെട്ടിപ്പിടിച്ചു, പിന്നെ താഴെ വീണു. ഇത് നമ്മളെ പൂക്കുറ്റി മാമനല്ലേ? റോബോയെ കണ്ട് പേടിച്ചു കാണും. ഇങ്ങനെന്താ ഇപ്പൊ ഇവിടെ വന്നത്? ചിലപ്പോ കള്ളനെ പിടിക്കാൻ വന്നതാവും. ഇങ്ങനെ ബോധം വീഴുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. അതാ നല്ലത്, അല്ലെങ്കിൽ കുഴപ്പവും. വാ റോബോ വാ, വേഗം വാ. നടക്കാൻ വയ്യേ. എന്റെ അമ്മേ, ഇതൊന്നൊരു ജീവി. എന്റെ ജോയിന്റ് അളവി. ഈ കള്ളനത്ര നിസാരക്കാരനൊന്നുമല്ല. മന്ത്രവാദവും ജാലവിദ്യയും എല്ലാം ഉള്ളവനാ. ഞാൻ അവനെ ഓടിച്ചിട്ട് പിടിച്ച് കത്തിരി പൂട്ടിട്ട് നിർത്തി. പക്ഷേ അവനാണ് ജപ്പാനാ തന്നെ. അവനൊരു കൺകെട്ട് വേല കാണിച്ചു. ഒരു ഭീകര രൂപിയായി മാറി. എന്നിട്ട് ഞാൻ വിട്ടില്ല. അപ്പോഴാണ് അവൻ എന്തോ മന്ത്രം ജപിച്ചത്. അതോടെ എന്റെ ബോധവും പോയി. അയ്യോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, അവനാളൊരു വേന്ദ്രനാ. അങ്ങത്തെ സൂക്ഷിക്കണം. അങ്ങനെ തോറ്റ് പിന്മാറിയ ചരിത്രമൊന്നും ഈ ഏട്ട് കുഞ്ഞമ്പിള്ളക്കില്ല. മത്തായിന്ന് കണ്ട രാഘവജോത്സനെ കൊണ്ട് ജപിച്ച് കെട്ടിച്ചതാ. അവന്റെ ഓരോ അഭ്യാസവും ഇനി എന്റെ അടുത്ത് കിടക്കില്ല. കൂടിയ 24 മണിക്കൂർ. അതിനിടയ്ക്ക് അവനെ പിടിച്ച് കെട്ടി മത്തായിരെ മുമ്പ് കൊണ്ട് ഇട്ട് തരാം. അങ്ങനത്തേക്ക് ഒരു സ്ട്രോങ് എടുക്കട്ടെ. 2 പരിപ്പോടെയും ഒരു പഴംപരിയും കൂടെ ആയിക്കോട്ടെ. നോക്കി നിൽക്കാതെ പോയി എടുത്തോണ്ട് വാടി. ചായ സ്ട്രോങ് ആവണം. 24 മണിക്കൂറിനൊക്കെ കള്ളനെ പൊക്കുന്നാ പൂക്കുറ്റി മാമൻ വീമ്പളക്കിയത്. ആ കള്ളൻ ഇന്നലെ രാത്രി പൂക്കുറ്റി മാമന് വീട്ടിൽ തന്നെ കയറി. എന്റെ കർത്താവേ, ഇതിപ്പോ കടുവയെ കിടുവ പിടിച്ചു. അവിടുത്തെ തേൻവരിക്ക പ്ലാവിൽ നിന്നും 5 ചക്കളാ കള്ള അടിച്ചോണ്ട് പോയത്. പാവം പൂക്കുറ്റി മാമൻ നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. ഈ കള്ളനെ അങ്ങനെ വിലസാൻ വിടാൻ പാടില്ല. റോബോ വിചാരിച്ച കള്ളനെ പിടിക്കാൻ പറ്റില്ലേ? കള്ളനെ പിടിക്കാൻ പറ്റുമോ റോബോ? നമുക്ക് ശ്രമിച്ചു നോക്കാം കൂട്ടരെ. എന്താ? ശ്രമിച്ചാ പോരാ, കള്ളനെ പിടിക്കാനേ വേണം. അത് ഗ്രാമത്തിന്റെ അഭിമാന പ്രശ്നമാ. ശരി. Give, see who is coming. Give,
who is coming. Here comes Robo, 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 Robo. Here comes Robo, 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 Robo. കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു. ആരാ കള്ളൻ? പറയാം. പരമോണ്ണൻ. അതെ. പരമോണ്ണനെ സംശയിക്കാൻ കാരണം? ആഹാര സാധനങ്ങളിൽ കൊതിയുള്ളതാർക്കാ? പരമോണ്ണന്. കുട്ടന്റെ വീട്ടിലും ചായക്കടയിലും ദിവസം പോണതാരാ? അതും പരമോണ്ണൻ. പാലും കൊണ്ട് എല്ലാ സ്ഥലത്തും പോണതല്ലേ? ഇനിയും സംശയമുണ്ടോ? ഇല്ല. പരമോണ്ണന് പണ്ടേ ഒരു കള്ള ലക്ഷണമുണ്ട്. അന്ന് പാലിൽ വെള്ളം ചേർക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? കള്ളൻ അയാൾ തന്നെ. നമുക്ക് പോലീസ് പറഞ്ഞാലോ? വേണ്ട, പരമോണ്ണനെ നമുക്ക് കൈയോടെ പിടിക്കാം, എന്നിട്ട് പോലീസിൽ കൊടുക്കാം. എങ്ങനെയാ പിടിക്കാൻ പോകുന്നത്? അത് റോബോയുടെ ഷെർലോക്ക് ഹോംസ് ടെക്നിക്. ഓക്കേ. എങ്ങനെ ഉണ്ട് കുഞ്ഞെ? ഉഗ്രൻ. ആ ഇനി വേണമെങ്കിൽ പറയണം, കുറച്ചുകൂടെ ഇടിയിക്കാം. ആളെ കണ്ടില്ലല്ലോ. വരേണ്ട സമയമായി. ഇപ്പൊ എത്തും. ഇന്നത്തെ പാലും വെള്ളവും സപ്ലൈ ഒക്കെ കഴിഞ്ഞാ പരമോ? അതൊക്കെ രാവിലെ കഴിഞ്ഞ് എല്ലാരും കരിക്കിട്ട് കുടിക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? നല്ല കാര്യം. പരമോണ്ണൻ കുടിക്കുന്നു. പിന്നെന്താ, തന്നാ കുടിക്കാം. ഒരു കരി കുടിക്കുന്നതിന് എന്തിനാ വിഷമം അല്ലേ? വിജയമാമ, പരമോണ്ണനെ കൂടെ ഒരു കരിക്കോട്. കൈ തരാനല്ല, കരിക്ക് കൊടുക്കാൻ. അപ്പോഴേക്കും പിള്ളേരെയൊക്കെ കമ്പനി അടിച്ചെടുത്തല്ലേ? ഒരെണ്ണം കൊടു. മതി. വിജയണ്ണന് സ്നേഹമില്ലെന്ന് വെച്ച് പിള്ളേർക്ക് എന്നോട് വലിയ കാര്യം എട്. ഇവനെന്താ വെള്ളം കാണാതെ കിടന്നു? പതുക്കെ പതുക്കെ, അതിനി ആർക്കും കൊടുക്കണ്ട, നീ തന്നെ കുടിച്ചോ. ഇവന്റെ ഒടുക്കത്തെ ഒരു ആർത്തി. ഏതായാലും ശരി, നല്ല മധുരം. ഏത് തെങ്ങിലായാലും. ഓ ഓക്കെ തന്നെ. ഇന്നാളതുപോലെ പറഞ്ഞ തെങ്ങിതെ മണ്ട മറിഞ്ഞ് നിൽക്കുക. കണ്ടു വയ്ക്കാടാ പരമോ, ഇത് ഈ തൈത്തെങ്ങിലെയാ. ഈ തൈത്തെങ്ങിലല്ലേ? എളുപ്പമായി. എന്നാ പിന്നെ പരമണ്ണ അങ്ങോട്ട് പോട്ടാ. ശരി, താങ്ക് യു. ഈ രാത്രി വരുമെന്നുള്ള കാര്യം തീർച്ചയാ. നമ്മൾ കൈയോട് പിടിക്കാം. ാണല്ലോ. ഇത് പകലില്ലായിരുന്നല്ലോ. തെങ്ങും തോപ്പിലും നോക്കുത്തി ആരെ പേടിപ്പിക്കാനാണ്? ഈ നോക്കൂത്തിക്കൊന്നും ഉറക്കമില്ലേ? ദാണ്ട പോയി എട്ട് കത്തി. ഇത് ഇവിടെ കിടക്കട്ടെ. ഭഗവാനെ, കൊതി കൊണ്ടാണ്. കള്ളൻ പരമു. അത് തോന്നിയതായിരിക്കും. കള്ളൻ പരമു. കള്ളൻ പരമു. ഇനി എൻ്റെ മനസാക്ഷിയാണ്. ഇത്രയും തെങ്ങൾ നിൽക്കുമ്പം രണ്ടു കൊല കരിക്കടത്തുന്നത് അത്ര വലിയ തെറ്റാണ്. ഈ സ്വർണ്ണം പണമൊന്നും അല്ലല്ലേ? കള്ളൻ പരമു. കള്ളൻ പരമു. കള്ളൻ പരമു. കള്ളൻ പരമു. കള്ളൻ പരമു. കള്ളൻ പരമു. ആരാ? കള്ളൻ പരമു. 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 എന്റെ പൊന്നങ്ങാത്ത, എന്നെ രക്ഷിക്കണേ. സകല മോഷണങ്ങളും നടത്തിയത് ഞാനാണ്. ഈ ജീവി നിന്ന് എന്നെ രക്ഷിക്കണം അങ്ങത്തെ. ഇത് ജീവിയല്ല, റോബോ. കുട്ടികളുടെ കളിപ്പാട്ടമാ. അയ്യ, അപ്പൊ ഇതാണ് എന്നെ പൊക്കിയത്? അതെ, കള്ളം പരമു. അയ്യേ, നീ എന്റെ വീട്ടിൽ കയറും അല്ലടാ. റോബോ, നീ ഷെർലോക്ക് ഹോംസ് തന്നെ. ഇടുക്കൻ.
വിഷം കലർന്ന അരിഷ്ടം കഴിച്ച് 16 പേർ ആശുപത്രിയിൽ. 5 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ഒരാളുടെ നില അത്യന്തം ഗുരുതരമായി തുടരുന്നു. ആ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു ഈ വൈദ്യരെ കുറിച്ച്. ഗ്യാസ് ഇളകിയിട്ട് ഇത്തിരി ദശമൂലാഴ്ച വാങ്ങി കഴിച്ച അതിനും കാണും സ്പിരിറ്റിന്റെ ചൊവ്വ. ഇത്രയും കാലം ഈ വിഷമാണല്ലോ വൈദ്യര് നമുക്ക് തന്നോണ്ടിരുന്നത്. പല നാൾ കള്ളൻ ഒരു നാൾ അകപ്പെടും. ഇപ്പൊ പരമുന്റെ കാര്യം കണ്ടില്ലേ? എന്നാലും പരമൂനെ കൊണ്ട് ഇങ്ങനൊരു ദ്രോഹം ഈ നാട്ടുകാർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഇരിക്കണം സാർ. വൈദ്യരെ അറസ്റ്റ് ചെയ്തോ അങ്ങത്തെ? ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് നടന്നു. പക്ഷെ വൈദ്യർക്ക് ഭയങ്കര പിടിപാടാ. ഇന്ന് രാവിലെ കോടതി ഇറന്നപ്പോ അങ്ങേര് ജാമ്യത്തിൽ ഇറങ്ങി അങ്ങ് പോയി. സംഗതി ഈ പറയണ പോലെ സ്പിരിറ്റ് തന്നെയാണ് അങ്ങത്തെ. സംശയം എന്താ? സ്പിരിറ്റ് ആണെങ്കിലല്ലേ കണ്ണുമുള്ളൂ. പക്ഷെ വൈദ്യരത് എവിടെ ഒളിപ്പിച്ചെന്ന് ആർക്കും അറിയില്ല. ഞങ്ങളെ ആശുപത്രി പരിസരവും മുഴുക്ക അരിച്ചു പറക്കി. ഒരു തുള്ളി നാക്കി തൊടാൻ പോലും കിട്ടിയില്ല. ഒരാൾ അയാൾക്കെന്താ കാര്യം? അതെന്നെ വരുന്നുണ്ട്. നീ ചോദിക്കും. ഞാൻ ചോദിക്കാം. ഓ, കുട്ടികൾ കളിക്കാൻ വന്നായിരിക്കും അല്ലേ? അതെ. ചേട്ടൻ എന്തിനാ വന്നത്? ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വന്നതാ. അതിനകത്താവുമ്പോ ആരും കാണത്തില്ലല്ലോ. നിങ്ങളുടെ കളി കിടക്കട്ടെ. അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ കുട്ടാ. പതുക്കെ അയാള് പോട്ടെ. അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ വൈദ്യരുടെ ശിങ്കിടിയാ. അയാൾക്ക് മൂത്രമൊഴിക്കാൻ ലക്ഷ്മിയുടെ മാത്രമേ കിട്ടിയുള്ളൂ. അയാളെ കണ്ടാലേ ഒരു കള്ളലക്ഷണം ഉണ്ട്. അയാൾ എന്തിനാ ഇവിടെ വന്നത്? എനിക്ക് മനസ്സിലായി. പോലീസിന് കിട്ടാത്ത വൈദ്യരുടെ സ്പിരിറ്റ് ഇവിടുണ്ട്. അതെ. പോലീസുകാർ മുഴുവൻ എടുത്തോണ്ട് പോയി. ഇല്ല, നമ്മുടേതാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല. നിഷേധിക്കാനോ? 3 ലക്ഷത്തിന്റെ സ്പിരിറ്റാ വക്കീലേ. ഓ ശരി. 3 ലക്ഷം വെള്ളത്തിലായല്ലോ ദൈവമേ. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാ മുതലാളി ഞാനത് ഒളിപ്പിച്ചത്. അതുകൊണ്ടായിരിക്കും പോലീസ് എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയത്. അതാ പിള്ളേര് പറ്റിച്ച പണിയാ. ഏത് പിള്ളേര്? യക്ഷിമടയിൽ സ്ഥിരമായി കളിക്കാൻ വരുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവരുടെ കൂടെ മനുഷ്യനെ പോലുള്ളൊരു സാധനമുണ്ട്. എന്താ അതിന്റെ പേര്? റോബോ. റോബോ. അതാണ് യക്ഷിമടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന നമ്മുടെ സ്പിരിറ്റ് കണ്ടുപിടിച്ചത്. റോബോ. 3 ലക്ഷമാണ് എനിക്ക് പോയത്. 24 മണിക്കൂറിനകം എങ്ങനെയെങ്കിലും ആ സാധനത്തെ എന്റെ മുന്നിൽ എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ കട്ടപ്പുകയായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി മുതലാളി. മനസ്സിലായി. ആ സാധനത്തെ വിറ്റെങ്കിലും എന്റെ നട്ടം തീർക്കണം. ഇടപാടൊക്കെ എപ്പോഴും കൃത്യമായിരിക്കണം. റോബോ. 1 2 3 4 5 6 7 8 9 10 11 12 13. അയ്യോ കണ്ണാ രക്ഷിക്കണേ. വേല കയ്യിൽ ഇരിക്കട്ടെ റോബോ. എന്നെ പറ്റിക്കണ്ട റോബോ. പഴയ പരിപാടി വീണ്ടും. റോബോ 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 റോബോ. കണ്ണൻ ചേട്ടാ. എന്താ ലക്ഷ്മി? റോബോയെ കാണാനില്ല. അവൻ നമ്മളെ പറ്റിക്കാൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചാണോ? ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി. നോക്കാം. റോബോ 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 എവിടെ? റോബോ 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 റോബോ
കണ്ണൻ വിഷമിക്കാതെ. റോബോയെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അച്ഛൻ പണിക്കാരുമൊത്ത് യക്ഷിമണം മുഴുവൻ തിരയാ. അവിടെയൊക്കെ നമ്മളും തിരഞ്ഞതല്ലേ? സാറും വേണു കുഞ്ഞും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയല്ലേ. അവിടെയുള്ളവര് റോബോയെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് തരും. കുഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക. ഒരു ദിവസം പോലും റോബോ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല. അവൻ അതിനാവുകയുമില്ല. എന്റെ റോബോ, നീ എവിടെയാണ്? ഞാൻ റോബോ കണ്ണന്റെ കൂട്ടുകാരൻ. ഞാൻ റോബോ കണ്ണന്റെ കൂട്ടുകാരൻ. Come on baby, I am your friend. ഞാനും നിന്റെ കൂട്ടുകാരനാണ്. നോ നോ, ഞാൻ റോബോ കണ്ണന്റെ കൂട്ടുകാരൻ. കണ്ണന്റെ കൂട്ടുകാരൻ. തോമസ്, what do you say? Fantastic design. Yeah. A highly advanced robot. ഈവൻ നമ്മുടെ കൺട്രോളിൽ വരുമോ? Why not? ഇവന്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്താൽ പിന്നെ ഇവൻ നമ്മൾ പറയുന്നത് മാത്രമേ അനുസരിക്കൂ. An absolute slave. പ്രോബ്ലം ഒന്നും വരില്ല അല്ലേ? Absolutely. ഓക്കെ മിസ്റ്റർ വൈദ്യർ, നമുക്ക് സ്ട്രെയിറ്റ് അവേ ബിസിനസ്സിലോട്ട് കിടക്കാം. ഹൗ മച്ച് ഡു യു എക്സ്പെക്ട് ഫോർ ദിസ്? വൈദ്യർ എത്രയാ പ്രതീക്ഷിക്കുന്നതെന്ന്? അത് പിന്നെ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പോ അത് പിന്നെ ഒന്നിങ്ങ് വന്നേ. ഒരു മിനിറ്റ്. ഇവന്റെ ഈ ലോകത്തിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എത്ര ചോദിക്കാം? അതിപ്പോ നമുക്ക് നഷ്ടമായത് 3 ലക്ഷമാ. ആ 3 ലക്ഷം എന്തായാലും ചോദിക്കാം. ഒരു 2 ലക്ഷം കൂടി ചേർത്ത് പറ മുതലാളി, എങ്കിലേ 3 ലക്ഷം കിട്ടൂ. അപ്പം 3 × 2 = 5. അത് നട്ടല്ലോ കേട്ടോ. 5 ലക്ഷം ചോദിക്കാല്ലോ. എന്താ അവിടെ ഒരു പ്രോബ്ലം? ഒരു ഡിസിഷനിൽ എത്തില്ല. അത് ഞങ്ങളിങ്ങനെ അത് I will give you 10 lakhs. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഞാൻ 10 ലക്ഷം തരാമെന്ന്. 10 ലക്ഷം. I think it's a fair deal. So can we final it? ക്യാഷ് ഞാൻ ഇന്ന് തന്നെ തരും. അപ്പൊ പൈസയോ? പൈസ ഇന്ന് തന്നെ തരുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. ഇവന്റെ പ്രോഗ്രാമൊക്കെ മാറ്റി ഒരു മര്യാദ കുട്ടനാക്കണ്ടേ? പിന്നെ എനി പ്രോബ്ലം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കി തരും. അല്ലാതെ ഈ 10 ലക്ഷമൊക്കെ എനിക്ക് തന്ന് സാർ ഈ കുന്തത്തെ വാങ്ങിച്ചാലേ സാറിതിപ്പോ എങ്ങനെ മുതലാക്കും? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവനെ കൊണ്ട് ഞാൻ ബാങ്കുകളും ജ്വല്ലറികളും കൊള്ളയടിപ്പിക്കും. എവിടെയെങ്കിലും ഒക്കെ ബോംബിട്ട് കളിക്കും. ശത്രുക്കളെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിക്കും. അങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ കാശ് തരുന്നു, നിങ്ങൾ റോബോട്ടിനെ തരുന്നു. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് അവർ ബിസിനസ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. തോമസ്? Yes. Let us start our mission. Okay. എന്താ 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 അണ്ണാ? എന്താ? ഞാനൊരു സ്വപ്നം കണ്ടു. റോബോയെ ആരും ഉപദ്രവിക്കുന്നത് പോലെ. മോനൊരു ദുസ്വപ്നം കണ്ടതാ. മോൻ വിഷമിക്കാതെ. പോലീസുകാർ റോബോ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് നാളെ തന്നെ ഇവിടെ കൊണ്ടുവരും. അച്ചാച്ചൻ DSPയെ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുണ്ട്. അയാൾ അച്ചാച്ചൻ്റെ പഴയ ഒരു സ്റ്റുഡൻ്റാണ്. എവിടെയെങ്കിലും മറിഞ്ഞു വീഴുകയോ മറ്റോ ചെയ്ത് സിസ്റ്റം ഫെയിലിയർ ആയതാണെങ്കിൽ കൂടി 24 മണിക്കൂറിനകം ഓട്ടോമാറ്റിക്കലി റീജനറേറ്റഡ് ആയി റോബോ ഇങ്ങ് വന്നോളും. അപ്പോൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോയെന്നാണെങ്കിലും വെച്ചാ. എന്നാലും മോൻ വിഷമിക്കണ്ട. പാസ്വേഡ് അറിയാതെ ആർക്കും അവന്റെ പ്രോഗ്രാമുകൾ മാറ്റാൻ പറ്റില്ല. മോൻ സമാധാനമായിട്ട് ഉറങ്ങിക്കും. നാളെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. കിടന്നോളൂ. അങ്ങാടിയിലൊക്കെ എല്ലാരും പറയുന്നത് പരമോണനാണ് റോബോയെ തട്ടിക്കൊണ്ടുപോയെന്നാ. ചിലപ്പോ ശരിയായിരിക്കും. അണ്ണനെ തൊണ്ടിയോട് പിടിച്ചെന്റെ ദേഷ്യം കാണാതിരിക്കൂ. ഏയ്,
അതിനുള്ള ധൈര്യം പരമോണനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. ഏതായാലും പരമോണെന്ന് അന്വേഷിച്ച് പോലീസ് കറങ്ങി നടക്കുവാ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ കയറി ഒളിവിൽ കഴിയുന്നത്. ഇങ്ങോട്ട്. എവിടെ? ഇവിടെ ഇങ്ങോട്ട്. പോലീസിന് പിടിച്ചു കൊടുത്തില്ലെങ്കിൽ റോബോ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ വെള്ളയാണി അമ്മയാണ് സത്യം. ആ സത്യം. പരമോണൻ ധൈര്യമായിട്ട് ഇറങ്ങി വാ. ഓ ഇതാ വരുന്നേ. അറിയൂ പരമോണ, റോബോ എവിടെയാ? റോബോ വൈദ്യരുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ സ്പിരിറ്റ് കണ്ടുപിടിച്ചോണ്ടാവും പരമോണൻ പോലീസിൽ പറയത്തുന്ന. അവിടുന്ന് അതെ, ആ നിമിഷം പോലീസുകാർ എന്നെ പിടിച്ചോണ്ട് ചമ്മന്തിയാക്കും. ആ വൈദ്യരുടെ ആൾക്കാരാണെങ്കിൽ ഞാനാണ് റോബോയെ പിടിച്ചോണ്ട് പോയതെന്ന് എല്ലാവരോടും പറഞ്ഞു വരുത്തിയിരിക്കുക. ആ ഇനി ആ റോബോയെ കിട്ടിയാൽ എനിക്ക് മരത്തിന്റെ മണ്ടേ താഴെ ഇറങ്ങാൻ പറ്റൂ. അറിയോ ഇവിടെ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ആ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പോലീസും പട്ടാളവും ഒക്കെ വൈദ്യരുടെ കസ്റ്റഡിയില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദേ വൈദ്യർ റോബോയെ വിൽക്കാനുള്ള പരിപാടിയാ. അതിനു വേണ്ടി ആരൊക്കെ അവിടെ വന്നിട്ട് പോകുന്നുണ്ട്. റോബോയെ ആരെങ്കിലും കൊണ്ടുപോയാൽ പിന്നെ എന്റെ കാര്യം പോക്കാ. ഞാൻ എന്നീ മരത്തിന്റെ മണ്ട ഇരിക്കേണ്ടി വരും. ആ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഞാൻ റെഡി, ഞാൻ റെഡി, ഞാനും റെഡി. ആണോ? ഞാനും. നിങ്ങളെല്ലാം റെഡിയാണെങ്കിൽ ഞാനും റെഡി. ഓപ്പറേഷൻ വൈദ്യർ. വൈദ്യർ അപ്പോ ഇടപാടൊക്കെ കൃത്യമാണല്ലോ. എനി പ്രോബ്ലം? അകത്തോട്ട് കയറാനുള്ള പാസ്വേഡ് കിട്ടുന്നില്ല. പലതും ട്രൈ ചെയ്തു, ഒന്നും മാച്ച് ആവുന്നില്ല. ആ പാസ്പോർട്ടിനാണെങ്കിൽ ഒരു പഴയ പാസ്പോർട്ട് വീട്ടിൽ ഇരിപ്പുണ്ടാണെങ്കിൽ വേണ്ടേ? അല്ല സാറേ, ഇത് വലിയ പ്രശ്നമാവോ? ഇന്റർപോൾ അന്വേഷിക്കുന്ന പ്രമുഖ സൈബർ കുറ്റവാളിയാ ഈ ഇരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തോമസ്. ലോക ബാങ്കിന്റെ അക്കൗണ്ടുകൾക്ക് പോലും തോമസ് പാസ്വേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഫോമിലാകണമെങ്കിൽ, മനസ്സിലായില്ല, ഒന്ന് ഫോമിലാകണമെങ്കിൽ വേണം. ഇതിനാണ് വലിയ പ്രശ്നം. ഇപ്പൊ വേണോ? നമ്മുടെ വിപ്ലവകാരിട്ട് ഇരിപ്പുണ്ട്, എടുക്കാം. വേണോ? ഇവരൊക്കെ വൈദ്യരെ, ഇത് ഇവിടെ ഉണ്ടാക്കിയതാണോ? ഇത് ഫോറിൻ സ്കോച്ചാ. എന്താ? അല്ല, വൈദ്യരുടെ അരിഷ്ടം കഴിച്ചു കുറെ എണ്ണത്തിന്റെ കണ്ണ് പീസായി പോയെന്നൊക്കെ പറയുന്ന കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ ദൈവമേ, അപ്പൊ എന്റെ ജാതകം വരെ നോക്കിയിട്ടാണല്ലോ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വൈദ്യരും മാത്യു സാറിനെ പറ്റി മനസ്സിലാക്കി തുടങ്ങി നടത്താം. അതിപ്പോ നമ്മൾ കുറെ കൂടെ മുമ്പേ കണ്ടുമുട്ടേണ്ടിയിരുന്നതാ. എങ്ങനെ രക്ഷപ്പെട്ടു പോയേനെ. ഒരൊറ്റ കുഴപ്പം മാത്രമേ സാറിനുള്ളൂ. ബിയർ അടിച്ചാ പോലും സാറ് വിറ്റ പോലെ. കുടിച്ചോ കുടിച്ചോ, ഇന്നത്തോടെ നിന്റെ ഒക്കെ കൂടി തീരും. ആ പിള്ളേർ കൂടി ഇങ്ങോട്ടൊന്ന് വന്നോട്ടോ. ഇതൊക്കെ ആപ്പി ചെയ്യാൻ പോട്ടെ. ഇയാളെന്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓ എന്നെ പിടിക്കാനായിരിക്കും. യഥാർത്ഥ കുറ്റവാളികൾ ഇവിടെ നിന്ന് കള്ളു കുടിച്ച് രസിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കുരങ്ങനെ പോലെ മരത്തിന്റെ മണ്ടയിലും. DSP യജമാൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ആരാ? വിജയനോ? എന്താ ഇവിടെ? ഞങ്ങളെ റോബോയെ രക്ഷിക്കാൻ വന്നതാ. ഞങ്ങളോ? നട മുഴുക്കെ ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. അല്ല, റോബോ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പരമോ അത് കണ്ടുപിടിച്ചത്. പാവം, ഞാൻ അവനെ വെറുതെ ഒരുപാട് സംശയിച്ചു. മുകളിൽ ഒരുത്തം ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. നീ ഇറങ്ങി വാ. എന്റെ പൊന്നങ്ങത്തെ, ഞാൻ നിരപരാധിയാണ്. നീ ഇറങ്ങി വാ, ഉപദ്രവിക്കില്ല. ഉറപ്പാണ്. അത് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായി.
DSP ഏമാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വൈദ്യരുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇനിയിപ്പോ സ്റ്റേഷനിൽ പോയി ഒരു ആക്രമണത്തിന് തയ്യാറായി വരാം. ഞാനാ കുറെ നാളുകൂടിയാ ഞാൻ നിലം തൊട്ടത്. ഞങ്ങൾ സകല തയ്യാറെടുപ്പുകളുമായാ വന്നിരിക്കുന്നത്. ചൊറിയണമാ തെറ്റാടി റെഡി. ഇത് കൂർത്ത കരിങ്കല്ലുകളാ, മുളക് പൊടി, ടോർച്ച്, വടി. തോക്കോ? ഇതെവിടുന്ന? പേടിക്കണ്ട, ഒറിജിനൽ പോലെ ഇരിക്കണമെങ്കിൽ കളിത്തോക്ക വെടിപൊട്ടും, പക്ഷെ ഉണ്ടയില്ല. അങ്ങനെയാണെങ്കിൽ വാങ്ങട്ടെ, നമുക്ക് ആ കള്ളന്മാരെ അറ്റാക്ക് ചെയ്യാം. വാ കണ്ണ്. എന്താ പടയോടെ വന്നിരിക്കുന്നത്? നമ്മുടെ ആൾക്കാരൊക്കെ വിളി. അയ്യോ യമന അതല്ല, ഇയാൾ അടിച്ച് പൂക്കുറ്റി. Any problem? ഒരു പെണ്ണിന്റെ പ്രോബ്ലം. Okay, okay. റോബോ, റോബോ, എന്ത് റോബോ? റോബോ, റോബോ എവിടെടാ? റോബോ വാ, നമുക്ക് രക്ഷപ്പെടാം. അയാൾ ആ വൈദ്യുതി മുങ്ങിയല്ലോ. അയാൾ എവിടെ പോകാൻ? യൗമാനം ഒതുക്കിയിട്ട് നമുക്ക് അയാളെ പൊക്കാം. അതാ റോബോ. മുതലാളി പേടിക്കണ്ട മുതലാളി, ഇത് ഞാനാ. നീ എങ്ങനെ ഇവിടെ എത്തി? തള്ളിൻ്റെ ഇടയിൽ നിന്ന് മുതലാളി മുങ്ങുന്നത് ഞാൻ കണ്ടു. ഞാനും മുങ്ങി. അത് നന്നായി. നീ അത് കണ്ടോ? പിള്ളേര് ആ കുന്ത്രാട്ടത്തിന് ഇങ്ങോട്ട് പോവുക. അവരെ തടയണം. ആ സാധനം ഇനി പിള്ളേർക്ക് കിട്ടരുത്. എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരും. ചെല്ല്, പോ. വൈദ്യരെ നശിപ്പിച്ചിട്ട് ആ പീറപ്പിള്ളേര് അതുമായിട്ട് കഴിയണ്ട. ഇടപാടൊക്കെ എപ്പോഴും കൃത്യമായിരിക്കണം.
മോൻ വിഷമിക്കാതിരിക്കേ, റോബോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. വെള്ളച്ചാട്ടത്തിൽ പോയതുകൊണ്ട് ഇനി കിട്ടുന്ന കാര്യം. താനൊന്നും ഉണ്ടായിരിക്കടോ. മോനെ, മോൻ വിഷമിക്കണ്ട. ഇനി റോബോയെ കിട്ടിയില്ലെങ്കിൽ തന്നെ അച്ഛൻ മോന് വേറൊന്നും ഉണ്ടാക്കി തരാം. പിന്നെന്താ? Give it, see who is coming. Give it, see who is coming. Here comes Robo, 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 Robo. Here comes Robo, 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 Robo. Son of science and fan of man. Here comes Robo, Robo, Robo. Here comes Robo, 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 Robo. Give it, see who is coming. Give it, see who is coming. Here comes Robo, 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 Robo. Here comes Robo, 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 Robo. Son of science and fan of man. Here comes Robo, Robo, Robo.